ഹായ് വെൽക്കം ടു ഓൾ. നമ്മൾ ഇന്ന് പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നീറ്റ് റിവിഷൻ. പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബേസിക് ആയിട്ടുള്ള കുറേ ടേംസുകളും നീറ്റിന് വേണ്ട കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ ഇന്നിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കുറച്ച് ലൈഫ് സൈക്കിളും കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. NCERT ടെക്സ്റ്റ് ബുക്ക് അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് മുന്നിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. നീറ്റിന് റിവൈസ് ചെയ്യുന്ന സമയത്ത് ഇത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്റർ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ, ബേസിക്കായിട്ട് അറിയേണ്ട കാര്യങ്ങൾ, പ്ലാൻ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്നാണ്. ആൽഗെ ഒരു ഗ്രൂപ്പാണ്. അതുപോലെ ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്, ഇവരെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഈ ആൽഗെ എന്ന് പറയുന്ന കാറ്റഗറി അത് തന്നെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നീറ്റിന് എല്ലാവർക്കും ഭയങ്കര പേടിയോട് കൂടി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ചാപ്റ്ററും കൂടിയാണ് പ്ലാൻ കിങ്ഡം. അതിൻ്റെ ടേംസുകളാണ് മിക്കവാറും എല്ലാവരും പേടിപ്പെടുത്തുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ മുന്നോട്ട് പോവാം എന്നുള്ളത്. അതിനു മുന്നേ യൂണിവേഴ്സൽ കോട്ടക്കിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നീറ്റ് ക്രാഷ് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 20 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കീം ക്രാഷ് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ച് 27 തന്നെയാണ്. അതുപോലെ തന്നെ JEEക്ക് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സും ഉണ്ട്. ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള ടാലൻറ്റ് സെർച്ചിനുള്ള ഡേറ്റും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ അറിവിലുള്ള ആളുകളുമായിട്ട് ഡേറ്റുകളൊക്കെ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. നമുക്ക് എന്തായാലും പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ട പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം ഇവിടെ കുറച്ച് ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ. ഒരു എക്സ്റ്റേണൽ ക്യാരക്ടർ, ഒരു പ്ലാന്റിന്റെ എക്സ്റ്റേണൽ ക്യാരക്ടർ നോക്കിയിട്ട്, ഒരു ലീഫിന്റെ ഷേപ്പ്, സൈസ്, നമ്പറും ഒക്കെ നോക്കിയിട്ട്, അതുപോലെ ഫ്ലവറിന്റെ ആൻഡ്രീഷം, ഫ്ലവറിന്റെ സ്റ്റേമെൻസിന്റെ നമ്പർ നോക്കിയിട്ട് കാൾ ലീനിയേഴ്സ് ചെയ്തിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഒക്കെ പറയുന്നുണ്ട്. ഇവർ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് വെജിറ്റേറ്റീവ് ക്യാരക്ടറിനും സെക്ഷൽ ക്യാരക്ടറിനും ഒരേ ഇമ്പോർട്ടൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സെക്ഷൽ ക്യാരക്ടറിനെ ഇമ്പോർട്ടൻസ് കൊടുത്ത മീൻസ് വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെയിറ്റേജ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടൻറ്റ് വെയിറ്റേജ് ആണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വെജിറ്റേറ്റീവ് ക്യാരക്ടർ എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാം, എൻവിറോൺമെന്റിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്യാം. അപ്പോൾ അതൊരു കോൺസ്റ്റന്റ് ക്യാരക്ടർ അല്ല. തീർച്ചയായിട്ടും ആർട്ടിഫിഷ്യൽ ക്ലാസിഫിക്കേഷൻ്റെ ഡീമെറിറ്റുകൾ ഉണ്ട്. അപ്പോൾ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ആർട്ടിഫിഷ്യൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ വളരെ കുറഞ്ഞ ക്യാരക്ടർ മാത്രമേ, എക്സ്റ്റേണൽ ക്യാരക്ടർ മാത്രമേ നമ്മൾ നോക്കിയിട്ടുള്ളൂ. എക്സ്റ്റേണൽ ക്യാരക്ടർ അനലൈസ് ചെയ്യുമ്പോൾ വളരെ കുറച്ചേ നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ കുറേ ആൾക്കാർ ഒരേ ഗ്രൂപ്പിൽ വരേണ്ടതൊന്നും ഇതിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ പറഞ്ഞു ഈക്വൽ വെയിറ്റേജ് സെക്ഷൽ ക്യാരക്ടറിനും വെജിറ്റേറ്റീവ് ക്യാരക്ടറിനും കൊടുക്കുന്നത് ഒരു അപാകതയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെജിറ്റേറ്റീവ് ക്യാരക്ടർ ചേഞ്ച് ചെയ്യുമല്ലോ. അപ്പോൾ അത് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ എന്നാണ് ഞാൻ ഈ രണ്ടാമത്തെ പോയിന്റിൽ എഴുതിയിട്ടുള്ളത്. അതൊരു ഡീമെറിറ്റ് ആണ്. ഞാൻ ആ ഡയഗ്രാം കൊടുത്തുന്നുള്ളൂ. ലീഫിന്റെ ഷേപ്പും സൈസും ഒക്കെ ഇങ്ങനെ ആർട്ടിഫിഷ്യൽ സിസ്റ്റത്തിൽ ഇങ്ങനെ ഇതൊക്കെ നോക്കിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഡയഗ്രാം, ഒരു പിക്ചറാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ കുഴപ്പമില്ല. എക്സ്റ്റേണൽ ക്യാരക്ടർ, ഇന്റേണൽ ക്യാരക്ടർ ഇവിടെ പരിഗണിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, നാച്ചുറലി പ്ലാന്റ്സുകൾ തമ്മിലുള്ള കണക്ഷൻസ്, അവർ തമ്മിലുള്ള റിലേഷൻസ്, ആ അഫിനിറ്റീസ് അവർ തമ്മിലുള്ള അതൊക്കെ ഇതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, കണക്കാക്കിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. നാച്ചുറലായിട്ട് എന്തൊക്കെ റിലേഷൻസുകളുണ്ട് പരസ്പരം. അതുപോലെ ഇന്റേണൽ സ്ട്രക്ചർ ആയിട്ടുള്ള അൾട്രാ സ്ട്രക്ചർ, എംബ്രിയോളജി, അതുപോലെ തന്നെ ഫൈറ്റോ കെമിസ്ട്രി, അനാട്ടമി, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇന്റേണൽ സ്ട്രക്ചറും കൂടി നോക്കിയിട്ടുണ്ട്. ജോർജ് ബെന്തം, ജോസഫ് ഡാൾട്ടൺ ഹൂക്കർ, ഇവർ രണ്ടുപേരും ആൻജിയോസ്പേമുകളുടെ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ ഒരു നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, മേൽ പറഞ്ഞ ആ ക്ലാസിഫിക്കേഷൻ ഉണ്ടല്ലോ, നാച്ചുറൽ ക്ലാസിഫിക്കേഷൻസിൽ നോക്കാത്തൊരു കാര്യം എവല്യൂഷണറി റിലേഷൻഷിപ്പ് ആണ്. ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടോ എന്ന് പരിഗണിക്കപ്പെട്ടിട്ടില്ല. ഇവിടെ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഓർഗാനിസങ്ങൾക്ക് ഒരു കോമൺ ടാക്സ്, ഒരു എന്താ മീൻസ് ഒരു ആൻസിസ്റ്റർ ഉണ്ടോ, ഒരേ ക്യാരക്ടർ ഷെയർ ചെയ്യുന്ന ആളുകൾക്കിടയിൽ അവർക്കൊക്കെ ഒരു കോമൺ ആൻസിസ്റ്റർ ഉണ്ടോ എന്ന് പരിഗണിച്ചുകൊണ്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് ഫൈലോജനറ്റിക് ക്ലാസിഫിക്കേഷൻ. ഇത്തരം ക്ലാസിഫിക്കേഷനൊക്കെ ഫോസിൽ എവിഡൻസുകൾ ആവശ്യമാണ്. അതില്ലാത്ത സമയത്ത് നമുക്ക് പല രീതികൾ അപ്രോച്ച് ചെയ്യേണ്ടി വരും. നോക്ക് നിങ്ങൾ,
ഇപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം ഒന്നും കൂടിയും എളുപ്പമാകാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ന്യൂമറിക്കൽ ടാക്സോണമി. കമ്പ്യൂട്ടർ യൂസ് ചെയ്യാം. ഓരോ ക്യാരക്ടറും അറ്റ് എ ടൈമിൽ തന്നെ ഒരുപാട് ക്യാരക്ടർ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ക്ലാസിഫിക്കേഷനാണ് ന്യൂമറിക്കൽ ടാക്സോണമി. കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് ഡാറ്റ, ഓരോ ക്യാരക്ടറിനും ഡാറ്റകൾ ഉണ്ടാക്കുക, കോഡുകൾ ഉണ്ടാക്കുക, എന്നിട്ട് അത് കമ്പ്യൂട്ടറിൽ ഡാറ്റ ആക്കുക, എന്നിട്ട് നമ്മൾ നോക്കുക, ക്ലാസിഫിക്കേഷൻ ചെയ്ത് നോക്കുക. അത് കുറച്ച് ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ന്യൂമറിക്കൽ ടൈപ്സ്, കമ്പ്യൂട്ടർ യൂസ് ചെയ്യുക, ഡാറ്റകൾ അല്ലെങ്കിൽ കോഡുകളൊക്കെ, നമ്പറും കോഡുകളൊക്കെ അസൈൻ ചെയ്യുക ഓരോ ക്യാരക്ടർ എന്ന് പറയുന്നുള്ളൂ. അത് എങ്ങനെ ചെയ്യാന്നുള്ളത് ടെക്സ്റ്റ് ബുക്ക് പറയുന്നില്ല. കമ്പ്യൂട്ടർ യൂസ് ചെയ്തുകൊണ്ട് അത് എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റും എന്നും പറയുന്നുണ്ട്. ഓരോ ക്യാരക്ടറിനും ഇന്ന കോഡുകൾ കൊടുക്കുക, നമ്പറുകൾ കൊടുക്കുക, അതുണ്ടോ ഇല്ലേ എന്ന് അതോ അങ്ങനത്തെ ക്യാരക്ടറുകൾ ഉണ്ടോ ഇല്ലേ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ടുള്ള കോഡുകളും കാര്യങ്ങളൊക്കെയാണ് ഈ ന്യൂമറിക്കൽ ടാക്സോണമിയിലുള്ളത്. ഡീറ്റെയിൽഡ് ആവശ്യം നമുക്കില്ല. ഇവിടെ പറയുന്നുണ്ട്, ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇറ്റ് ഗിവ് ഈക്വൽ ഇമ്പോർട്ടൻസ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഹൺഡ്രഡ്സ് ഓഫ് ക്യാരക്ടർ കൺസിഡർ ചെയ്യാനും കഴിയുമെന്നും പറയുന്നുണ്ട്. പിന്നെ ഒന്നാണ് സൈറ്റോ ടാക്സോണമി. ഈ സൈറ്റോ ടാക്സോണമി എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ സൈറ്റോളജിക്കൽ ഇൻഫർമേഷൻ, അതിന്റെ സെല്ലിന്റെ സ്ട്രക്ചർ, ക്രോമസോം നമ്പർ, അതുപോലെ തന്നെ സെൽ ബിഹേവിയർ, സെൽ എങ്ങനെയൊക്കെ ഡിവൈഡ് ചെയ്യുന്നു, എന്തൊക്കെയാണ് അതിന്റെ ഡിവിഷൻ, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ സെല്ലിന്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ട്. അങ്ങനെ സൈറ്റോ ടാക്സോണമി. പിന്നെ അടുത്തതാണ് കീമോ ടാക്സോണമി. കെമിക്കൽ കോൺസ്റ്റിറ്റ്യുവൻസ്, ഓരോ പ്ലാന്റുകളിലും കെമിക്കൽ നേച്ചർ, കെമിക്കൽസ് വ്യത്യാസം ഉണ്ടായിരിക്കും, അതൊക്കെ നോക്കാം നമുക്ക്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ക്ലാസിഫിക്കേഷനാണ് ഇത്തരം ഇന്നത്തെ അപ്രോച്ചസുകളാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. സോ ക്ലാസിഫിക്കേഷൻ ആ ഏരിയയിൽ നിന്ന് വരാവുന്ന ക്വസ്റ്റ്യൻസ് NCERT-ൽ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഒന്നുകൂടി ശ്രദ്ധിച്ച് വായിച്ചാൽ ക്ലിയർ ആവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിനി ആൽഗനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. ആൽഗനെ കുറിച്ച് ഡിസ്കഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, ആൽഗെ ക്ലോറോഫിൽ ബിയറിംഗ് ആയിട്ടുള്ള ഒരു താലോഫൈറ്റ്സ് ആണ്. ശരിയായ റൂട്ടോ സ്റ്റെമ്മോ ലീഫോ ഒന്നുമില്ലാതെ, എന്നാൽ ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഒരു താലസ് ആണ് ആൽഗെ എന്ന് പറയുന്നത്. ഈ ആൽഗെ നിൽക്കുന്ന സ്ഥലങ്ങൾ ഫ്രഷ് വാട്ടറിലുണ്ട്, മറൈനിലുണ്ട്. ചില ആൾക്കാർ ടെറസ്ട്രിയൽ ഹാബിറ്റേറ്റിൽ നനവുള്ള സ്ഥലങ്ങളിൽ കാണാം, നനഞ്ഞ സ്റ്റോൺ, സോയിൽ, അങ്ങനെ പല സ്ഥലങ്ങളിൽ അവർ കാണുന്നുണ്ട്. ചില ആളുകൾ ആൽഗയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു, ഫംഗസുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ ലൈക്കൻ എന്ന് പറയുന്ന ലൈക്കൻ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു ബയോളജി ക്ലാസിഫിക്കേഷനിൽ. ചില എനിമൽസിന്റെ മേലെ ആൽഗകൾ കാണാം, ഗ്രീൻ ആൽഗകളൊക്കെ ചില എനിമൽസിന്റെ മേലെ നിൽക്കുന്നതായിട്ട് കാണാം. സ്ലോത്ത് ബിയർ, അപ്പോൾ ഇതാണ് സ്ലോത്ത് ബിയർ. ആൽഗ ഉണ്ട്. ആൽഗയുടെ ഹാബിറ്റേറ്റ്, അവർ നിൽക്കുന്ന സ്ഥലങ്ങൾ പറഞ്ഞതാണ്. പിന്നെ ആൽഗ ഒരുപാട് സൈസുകൾ, അവരുടെ ഫോംസുകളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. നോക്ക് നിങ്ങൾ, യൂണിസെല്ലുലാർ ആയിട്ടുള്ള ക്ലാമിഡോമോണസ്. ഒരു കാര്യം മനസ്സിലാക്കണം, യൂണിസെല്ലുലാർ ആയിട്ടുള്ള ക്ലാമിഡോമോണസ് മാത്രമല്ല, ക്ലോറലയും ഒരു യൂണിസെല്ലുലാർ ആൽഗയാണ്. കൊളോണിയൽ ഫോമാണ് വോൾവോക്സ്. അതുപോലെ ഫിലമെന്റസ് ഫോമാണ് സ്പൈറോഗൈറ. വേറെയുണ്ട് യൂളോത്രിക്സ് എന്ന് പറയുന്ന ആൽഗയുണ്ട്, ഫിലമെന്റസ് ഫോം. മറൈനിൽ കാണുന്ന ചില ആൽഗകളുണ്ട്, നമുക്കറിയാം ബ്രൗൺ ആൽഗ, ഗ്രീന്, ബ്രൗൺ, റെഡ് ഒക്കെ ഉണ്ടല്ലോ. അതിൽ മറൈൻ ആൽഗയിൽ ആണ് വലിയ വലിയ മരങ്ങളെ പോലെ തന്നെ കാണാൻ പറ്റുന്ന ഒരു ആൽഗ ടൈപ്പാണ് കെൽപ്സ് എന്ന് പറയുന്നത്. ഒരു ജയന്റ് ആൽഗ, വലിയ ആൽഗകൾ. അങ്ങനെ പല ഫോമിലും ആൽഗകൾ കാണുന്നുണ്ട് എന്ന് ജസ്റ്റ് പറഞ്ഞു. പിന്നീട് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ ഡിസ്കഷനിലേക്ക് വരേണ്ടത് ആൽഗയുടെ റീപ്രൊഡക്ഷൻ ആണ്. ഫംഗസിന്റെ റീപ്രൊഡക്ഷൻ നമ്മൾ പഠിച്ചു. ഇതുപോലെ ആൽഗയ്ക്കും റീപ്രൊഡക്ഷൻ ഉണ്ട്, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ഉണ്ട്. ആൽഗ ഫ്രാഗ്മെന്റേഷൻ നടത്താറുണ്ട്. ഫ്രാഗ്മെന്റ് ഒരു പാർട്ട് ഫ്രാഗ്മെന്റേഷൻ നടക്കാറുണ്ട്, എന്നിട്ട് അതിൽ നിന്ന് പുതിയ സാധനം ഉണ്ടാവാറുണ്ട്. അതുപോലെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നടക്കുന്നത് സൂസ്പോർ ആണ്. അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഏറ്റവും കൂടുതൽ സൂസ്പോർ ആണ്. സൂസ്പോർ അസെക്ഷൽ റീപ്രൊഡക്ഷനിൽ സൂസ്പോർ, മോട്ടൈൽ ആയിട്ടുള്ള സ്പോർ. എന്നാൽ നോൺ മോട്ടൈൽ സ്പോറും ഉണ്ട്. വേറെയും ഡിഫറെന്റ് ടൈപ്പ് സ്പോറുകൾ ഉണ്ട്. ഇത് വേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക്. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ, ആൽഗയ്ക്ക് ഗ്യാമീറ്റുകൾ ഫോം ചെയ്യാം. ഗ്യാമീറ്റുകൾ ഫ്യൂഷൻ നടക്കാം, സൈഗോട്ടുകൾ ഉണ്ടാവാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഐസോഗാമി, അനൈസോഗാമി, ഊഗാമി. ചിത്രത്തിൽ നിന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. ഐസോഗാമസ് ആവുമ്പോൾ കാണാൻ ഒരേപോലെ, വലിപ്പം ഒരേപോലെ. അങ്ങനെയാണെങ്കിൽ അത് ഐസോഗാമസ് ആയിട്ടുള്ള ഫ്യൂഷനാണ്, ഒരേപോലത്തെ ഗാമീറ്റുകൾ. നോക്കൂ നിങ്ങൾ, ഐസോഗാമസ് തന്നെ
ഗാമീറ്റുകൾ മോട്ടൈലായിട്ടുള്ള ഗാമീറ്റ്സുകൾ ഉണ്ട്. അവര് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കാനുള്ളത് ഇപ്പോൾ ഗാമീറ്റ്സ് ആർ ഫ്ലജല്ലേറ്റഡ്, 2 ഗാമീറ്റും ഫ്ലജല്ലേറ്റഡ് ആണ്, ഒരേ വലിപ്പാണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിന് എക്സാമ്പിൾ യൂളോത്രിക്സ് ആണ്, യൂളോത്രിക്സ്. എന്നാൽ ഗാമീറ്റ്സുകൾ പണ്ട് എൻസൈഡിൽ ക്ലാമിഡോമോണസ് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് വെട്ടിയത്. ക്ലാമിഡോമോണസ് അത് തെറ്റെന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ എന്തേ ഉള്ളൂ, യൂളോത്രിക്സേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം കൂടിയും, അതാണ് ഐസോഗാമസ് മോട്ടൈൽ ആയിട്ടുള്ള 2 ഗാമീറ്റ് ഫ്യൂസ് ചെയ്യുന്ന കാര്യം. എന്നാൽ ഗാമീറ്റ്സുകൾ നോൺ മോട്ടൈൽ ആയിട്ടുള്ള ഗാമീറ്റ്സുകൾ ഉള്ളതുണ്ട്. അതിന് എക്സാമ്പിൾ ആണ് സ്പൈറോഗൈറ. അതും ഒരേ പോലെയാണ് കാണാൻ, മോട്ടൈൽ അല്ല എന്ന് മാത്രമേ ഉള്ളൂ, ഒരേ സൈസൊക്കെ തന്നെയാണ്. അനൈസോഗാമസ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് സൈസ് ആയിരിക്കും, പക്ഷെ ഒരേപോലെയാണ് കാണാൻ. അതാണ് ഇവിടെ പറയുന്നത്. ഗാമീറ്റ്സ് ക്യാൻ ബി ഫ്ലജല്ലേറ്റ് ബട്ട് ഡിഫറെന്റ് സൈസ്. ഇവിടെ ഇത് ഫ്ലജല്ലേറ്റഡ് ആണ്, ഈ അനൈസോഗാമസ് ഇവിടെ ഫ്ലജല്ലേറ്റഡ് ആയിട്ടുള്ള ഒരു അനൈസോഗാമിയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എപ്പോഴും ഫ്ലജല്ലേറ്റഡ് ആവണമെന്നില്ല കേട്ടോ, അങ്ങനെയും പറയാം. അപ്പൊ അനൈസോഗാമി എന്ന് പറഞ്ഞാൽ കാണാൻ ഒരേപോലെ ആയിരിക്കും, സൈസ് വ്യത്യാസം ഉണ്ടായിരിക്കും. എക്സാമ്പിൾ ഇപ്പൊ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ അത് യൂഡോറിനയാണ്, യൂഡോറിന. ഇതുപോലെ ഊഗാമസ് എന്ന് പറയുന്ന സമയത്ത് കാണാനും വലുപ്പത്തിലും ഡിഫറെന്റ് ആയിരിക്കും. മനസ്സിലായോ? ഫ്യൂഷൻ നടക്കുന്ന ഗാമീറ്റുകൾ കാണാനും അതുപോലെ തന്നെ കാണാനും സൈസിലൊക്കെ ഡിഫറെന്റ് ആയിരിക്കും. അതിൽ മെയിൽ ഗാമീറ്റ് ഫ്ലജൽ ആയിരിക്കും, കുറച്ചുകൂടി സ്മോൾ ആയിരിക്കും. ഫീമെയിൽ ഗാമീറ്റ് വലുതായിരിക്കും, സ്റ്റാറ്റിക് ആയിരിക്കും, മൂവ് ചെയ്യില്ല. എപ്പോഴും അതങ്ങനെ ആവണമെന്നില്ല കേട്ടോ, ചിലപ്പോൾ മെയിൽ ഗാമീറ്റ് മൂവ് ചെയ്യാത്തതും ഉണ്ട്. ഇപ്പൊ തൽക്കാലത്തിന് നമുക്ക് ഇവിടുത്തെ ഊഗാമസിന്റെ കേസിൽ പറയുകയാണെങ്കിൽ മെയിൽ ഗാമീറ്റ് ചെറുത്, മോട്ടൈൽ. ഫീമെയിൽ ഗാമീറ്റ് വലുത്, നോൺ മോട്ടൈൽ. ഇവർ രണ്ടുപേരും കാണാൻ വ്യത്യാസമുണ്ട്. എക്സാമ്പിൾ പഠിക്കുക, വോൾവോക്സും ഫ്യൂക്കസും. ആൽഗയ്ക്ക് ഒരുപാടായിട്ട് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ആൽഗ ഒരു ഫോട്ടോസിന്തറ്റിക് ആണെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഫോട്ടോസിന്തസിസ് നടത്തുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കുറയും, ഓക്സിജന്റെ അളവ് അവരെന്ത് ചെയ്യും, കൂട്ടും. അവർ നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഓക്സിജന്റെ അളവ് എന്ത് ചെയ്യും, കൂടും. അതിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ആദ്യത്തെ പോയിന്റ് ഞാൻ പറഞ്ഞത്. പിന്നെ പറയുന്നത് ഇവരൊരു പ്രൊഡ്യൂസറാണ്. ഏതൊരു അക്വാട്ടിക് ഫുഡ് ചെയിൻ്റെ ആദ്യത്തെ ആള് ഇവരായിരിക്കും, അത് മനസ്സിലാക്കുക. ഒരു ഫുഡ് ചെയിനിന്റെ അല്ലെങ്കിൽ ഒരു ഫുഡ് സൈക്കിളിന്റെ, അക്വാട്ടിക് അനിമൽസിന്റെ ബേസിക് ആയിട്ടുള്ള ഫുഡ് ചെയിനിലെ ഒരാളായിട്ട് ഇവർ പ്രവർത്തിക്കും എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. അതുപോലെ പല മറൈൻ ആൽഗകളും ഫുഡായിട്ട് യൂസ് ചെയ്യാം. പോർഫൈറ, ലാമിനാരിയ, സർഗാസം among the 70 species of marine algae used as food. ചില പുഡിങ്ങുകളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഫുഡായിട്ട് യൂസ് ചെയ്യുന്ന ആൽഗകൾ ഏതൊക്കെയെന്ന് നോക്കുക. സ്പേസ് ട്രാവലർ ഫുഡ് സപ്ലിമെന്റ് ആയി പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ആൽഗ യൂസ് ചെയ്യുന്നുണ്ട്, അതാണ് ക്ലോറല്ല. ഒരു സൈനോ ബാക്ടീരിയ ഉണ്ട്, സ്പൈറുലിന, അതും മനസ്സിലാക്കിക്കൂടെ. സ്പേസ് ട്രാവലർ യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ റിച്ച് ആൽഗയാണ് ഇത്, ക്ലോറല്ല. ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ, ആൽഗയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു എക്കണോമിക് ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ ഹൈഡ്രോകൊളോയിഡ് സബ്സ്റ്റൻസ്. ആൽഗകൾ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ള സബ്സ്റ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. അതിൽപ്പെട്ടതാണ് ആൽജിൻ, കെരാജിൻ എന്നൊക്കെ പറഞ്ഞ സാധനം. ഇത് നിങ്ങൾ നമ്മുടെ പല്ലൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറയുക, പല്ലിന്റെ സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി നമ്മൾ കൊണ്ട് കടിപ്പിച്ചിട്ട് ഒരു സ്ട്രക്ചർ ഉണ്ടാക്കും. അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ചില സിനിമയിലും അല്ല സെലിബ്രിറ്റീസും ഒക്കെ നമ്മൾ കൈകളൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ മുക്കിയിട്ട് ഒരു സ്ട്രക്ചറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഒരു എടുക്കുമ്പോൾ ഒരു സ്ട്രക്ചർ വരും. അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ചില പൊടികളും കാര്യങ്ങളൊക്കെയാണ് ഈ ആൽജിനും കെരാജിനും ഒക്കെ പറയണത്. അപ്പൊ അത് എവിടുന്നാ കിട്ടുന്നത് എന്നുള്ളത് നോക്കുക. ബ്രൗൺ ആൽഗയിൽ നിന്നാണ് ആൽജിൻ കിട്ടുന്നത്, ബ്രൗൺ ആൽഗയിൽ നിന്ന്, കെരാജിൻ കിട്ടുന്നത് റെഡ് ആൽഗയിൽ നിന്ന്. അഗാർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അഗാർ എന്ന് പറയുന്നത് റെഡ് ആൽഗയിൽ നിന്ന് കിട്ടുന്ന ഒരു സബ്സ്റ്റൻസ് ആണ്. അഗാർ എന്ന് പറയുന്നത് ജെല്ലിയിലും അതുപോലെ തന്നെ ബാക്ടീരിയകളെ വളർത്താൻ വേണ്ടി പ്ലേറ്റിൽ നമ്മൾ അഗാർ വെക്കാറുണ്ട്. അഗാറിലാണ് ബാക്ടീരിയ വളർത്താറ്. ഐസ്ക്രീമിൽ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ അഗാർ കിട്ടുന്നത് റെഡ് ആൽഗയിൽ നിന്നാണ്. ഓക്കെ, അഗാറിന്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അഗാർ കിട്ടുന്നത് ജെലീഡിയം ആൻഡ് ഗ്രാസിലേറിയ എന്ന് പറയുന്ന റെഡ് ആൽഗയിൽ നിന്നാണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൽഗയുടെ എക്കണോമിക് ഇമ്പോർട്ടൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ആൽഗയുടെ റീപ്രൊഡക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ആൽഗയുടെ എന്താ പറയുക, സൈസ് ആൻഡ് ഫോംസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ 3 ടൈപ്പ് ആൽഗകൾ നമുക്ക് പഠിക്കാണ്ട്, ഗ്രീന്, ബ്രൗണ്, റെഡ് ആൽഗ.
അഥവാ ക്ലോറോഫൈസിയെ, റോഡോഫൈസിയെ, ഫിയോഫൈസിയെ നമുക്ക് പറയാനുണ്ട്. അപ്പോൾ ഓവറോൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഒരു എന്താ പറയാ, ഒരു ബോക്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അവർ കൊടുത്തിട്ടുണ്ട്. അതിൽ കാണപ്പെടുന്ന പിഗ്മെന്റ്സുകൾ, ഇപ്പൊ ഗ്രീൻ ആൽഗ ആണെങ്കിൽ അവർക്ക് കാണുന്ന പിഗ്മെന്റ്സുകൾ ഏതാ, അവരുടെ ബോഡിയിൽ അവരുടെ സെല്ലിൽ സ്റ്റോർ ചെയ്യുന്ന ഫുഡ് ഏതാണ്, അവർക്ക് എത്ര ഫ്ലജല്ല ഉണ്ടോ, അതിൻ്റെ ഒക്കെ ഒരു കണക്കും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള NCERT-യിൽ നമ്മൾ നോട്ട് ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ കാണുന്ന സ്ഥലങ്ങൾ ഇവിടെ കണ്ടാൽ നിങ്ങൾ ഫിയോഫൈസിയ ഫ്രഷ് വാട്ടർ റയർ ആണ്. അപ്പൊ അധികം അവർ എവിടെയായിരിക്കും, മറൈൻ എൻവിറോൺമെന്റിലായിരിക്കും. ഇനി നോക്കുങ്ങൾ റോഡോഫൈസിയ ഫ്രഷ് വാട്ടറിൽ വളരെ കുറച്ച് സാധനമേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവരും എന്താണ്, അധികം മറൈൻ ആയിരിക്കും. അപ്പൊ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബോക്സിൽ നിന്ന് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയത്. പിന്നെ എനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയ കുറെ കാര്യങ്ങളുണ്ട്. അതിൽ അവിടെ ഫ്ലജല്ലയുടെ നമ്പേഴ്സും അതിന്റെ പൊസിഷൻസുകളൊക്കെയാണ്. നമുക്ക് ഓരോ ആൽഗിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ബോക്സിലേക്ക് വരാം. ഇപ്പൊ ഗ്രീൻ ആൽഗെ, ക്ലോറോഫൈസിയെ അധികം ഫ്രഷ് വാട്ടർ ആണ്. ഇവരുടെ ബോഡി യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫോം ഉണ്ട്, കൊളോണിയൽ ആയിട്ടുള്ള ഫോം ഉണ്ട്, ഫിലമെന്റസ് ആയിട്ടുള്ള ഫോമുകളൊക്കെ ഇവരിലുണ്ട്. അത് മാത്രമല്ല ഇവർ ഗ്രാസ് ഗ്രീൻ കളറാണ്, പച്ച കളറാണ്. കാരണം അവരിൽ ക്ലോറോഫിൽ എയും ബിയും ആണ് അവരുടെ മെയിൻ പിഗ്മെന്റ് ആയിട്ട് പറയുന്നത്. ഇവരുടെ പിഗ്മെന്റ് ലൊക്കേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ക്ലോറോപ്ലാസ്റ്റിൽ. എല്ലാവർക്കും അറിയുന്നതാണല്ലോ ക്ലോറോപ്ലാസ്റ്റ് എന്താന്നുള്ളത്. നിങ്ങൾ ഒരു കാര്യം കൂടി മനസ്സിലാക്കാം, ഈ ഗ്രീൻ ആൽഗയിൽപ്പെട്ട ആളുകളുടെ എല്ലാവരുടെയും ക്ലോറോപ്ലാസ്റ്റുകൾ ഒരേ ഷേപ്പ് ആവണം എന്നില്ല, ഡിഫറെന്റ് ഷേപ്പിൽ കാണാം എന്നുള്ളതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഡിസ്കോയിഡ്, പ്ലേറ്റ് ലൈക്ക്, റെറ്റിക്കുലേറ്റ്, കപ്പ് ഷേപ്പ്, സ്പൈറൽ ഷേപ്പ്, അങ്ങനെയുള്ള ഡിഫറെന്റ് ഷേപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലോറോപ്ലാസ്റ്റ് കാണാൻ കഴിയും. ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ തന്നെ ഇപ്പൊ നമുക്ക് ഈ പറയുന്ന ഗ്രീൻ ആൽഗയുടെ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ തന്നെ ക്ലോറോപ്ലാസ്റ്റിന്റെ, ഇതിപ്പോ ക്ലോറോപ്ലാസ്റ്റ് ആണെന്ന് വിചാരിക്കാം. ഈ ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിൽ തന്നെ അവർക്ക് എന്തുണ്ട്, ഒരു അഡീഷണൽ സ്റ്റോറേജ് ബോഡി, പൈറിനോയിഡ് എന്ന് പറയുന്ന സാധനം ഉണ്ട് അത്രേ. ഇതൊരു ഇത് പ്രോട്ടീൻ. ആ പ്രോട്ടീനെ ചുറ്റി, ആ പ്രോട്ടീൻ കോറിനെ ചുറ്റി ഒരു സ്റ്റാർച്ച് പ്രസന്റ് ആയിരിക്കും. അങ്ങനെ ഒരു പ്രോട്ടീൻ കോറിനെ ചുറ്റി ഒരു സ്റ്റാർച്ച് പ്രസന്റ് ആവുന്ന സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് പൈറിനോയിഡ്സ്. എന്താണ് വിളിക്കുക, ഇത് ക്ലോറോപ്ലാസ്റ്റിന്റെ ഉള്ളിലാണ് ഉണ്ടാവുക പൈറിനോയിഡ്സ്. ഒരു പ്രോട്ടീൻ കോർ സറൗണ്ടഡ് ബൈ സ്റ്റാർച്ച്, പ്രോട്ടീന്റെ തൊട്ടടുത്ത് സ്റ്റാർച്ച് ഉണ്ടാവും. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. പൈറിനോയിഡ്സ് ക്ലോറോപ്ലാസ്റ്റിൽ കാണുന്ന ഒരു അഡീഷണൽ സ്റ്റോറേജ് ബോഡിയാണ്. അതന്നെ പറയുന്നത് ഇവിടെ ഒരു കോർ ഓഫ് ദ പ്രോട്ടീൻ, അതിനെ ചുറ്റി ഷീത്ത് ഉണ്ട്, സ്റ്റാർച്ചിന്റെ ഷീത്ത്. ആൽഗകൾ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ച് ഫോമിലാണ്, ചിലതാണെങ്കിൽ ഓയിൽ ഡ്രോപ്ലെറ്റ്സ് ഫോമിലും ഫുഡ് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഗ്രീൻ ആൽഗയുടെ സെൽവാൾ ഉണ്ടാക്കിയിട്ടുള്ളത് സെല്ലുലോസ് കൊണ്ടാണ്. മനസ്സിലാക്കേണ്ട കാര്യം, സെൽവാൾ, ഇപ്പൊ ഇതിന്റെ കൈയാണ് സെൽവാളെങ്കിൽ സെൽവാളിന്റെ ഇന്നർ ലെയർ സെല്ലുലോസ് കൊണ്ടും ഔട്ടർ ലെയർ പെക്ടോസ് കൊണ്ടായിരിക്കും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ നീറ്റിന് അത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമായിരിക്കും. ഇന്നർ സെല്ലുലോസിക് ആൻഡ് ഔട്ടർ പെക്ടോസ് എന്നുള്ള നിലയ്ക്കായിരിക്കും ഞാൻ പറയുന്നുള്ളൂ. ഇനി ഇവരുടെ റീപ്രൊഡക്ഷൻ നടത്തുന്ന സമയത്ത് ഇവർക്ക് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. എങ്ങനെ, ഫ്രാഗ്മെന്റേഷൻ, അല്ലെങ്കിൽ ചെറിയ ഡിഫറെന്റ് സ്പോർ. അതായത് നിങ്ങൾക്ക് മനസ്സിലാവില്ല, ഇത് ഇങ്ങനെ ഒരു ആൽഗ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു ടൈപ്പ് ഓഫ് സ്പോർ, അതിനെ അക്കിനേറ്റ്സ്ന്നോ അങ്ങനെയുള്ള പല പേരിൽ അറിയപ്പെടുന്ന ഒരു സ്പോർ. ഇതല്ല കേട്ടോ, ഇത് മീൻസ് ആൽഗ. ഇവിടെ ഒരു ചെറിയൊരു സ്ട്രക്ചർ ഇങ്ങനെ ഉണ്ടാവില്ലേ, ഒരു സ്പോർ പോലെ ഫോം ചെയ്യുന്ന സ്പെഷ്യൽ സ്ട്രക്ചർ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് NCERT പറയുന്നത് ഡിഫറെന്റ് ടൈപ്പ് സ്പോറും ഈ പറയുന്ന വെജിറ്റേറ്റീവിൽ ഉണ്ടാവുന്നുണ്ട്. അവരുടെ വെജിറ്റേറ്റീവ് ബോഡിയിൽ ഒരു ചെറിയ ഉണ്ട വരും, അതിനെ അവർ വെജിറ്റേറ്റീവ് സ്പോർ, അത് ഒരു ടൈപ്പ് ഓഫ് സ്പോർ ആയിട്ട് അവർ പറയുന്നുണ്ട്. ആ സ്പോറിൽ നിന്നും ജെർമിനേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് നമുക്കില്ല, പക്ഷെ ഇത് പഠിക്കണം. ഓക്കെ, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പഠിക്കണം. ഈ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പോർസ് എന്നുള്ളത്, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ അങ്ങനെ നടത്തുന്നുണ്ട് എന്നുള്ളത് പഠിക്കുക. പിന്നെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നിങ്ങൾക്ക് അറിയുന്നതാണ്. സ്പോറുകൾ ഉണ്ടാക്കും അവർ സ്പെഷ്യൽ സ്ട്രക്ചറിൽ, സ്പൊറാഞ്ചിക്കുള്ളിൽ അല്ലേ. അതിന് 2 to 8 ഫ്ലജല്ല ഉണ്ട്. അതും 2 to 8 ഫ്ലജല്ല, അതും ഈക്വൽ ആണ് സൈസ്. അതാണ് അവിടെ പറയുന്നത്. അതും അപ്പിക്കൽ പൊസിഷനിലായിരിക്കും. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ അവർ ഐസോഗാമസ് ഉണ്ട്, അനൈസോഗാമസ് ഉണ്ട്, ഓഗാമസ്, ഇതൊക്കെ കാണിക്കുന്നവരാണ്. ഈ പറയുന്ന ആൽഗയിൽ ഇത്തരം സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണിക്കുന്നവരൊക്കെ ഉണ്ട്. അതും മനസ്സിലാക്കി വെക്കുക. അറിയോ? ഓക്കെ, ഇതാണ് ഗ്രീൻ ആൽഗനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ ഗ്രീൻ ആൽഗനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സ് പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും
പെട്ടെന്ന് തലയിൽ കയറും. പക്ഷെ പൈറിനോയിഡ്സ് എന്ന് പറഞ്ഞ സാധനം ഈ ബോക്സിലില്ല. അത് നിങ്ങൾ അഡീഷണൽ ആയിട്ട് പഠിക്കണം. ഇനി നമ്മൾ ഡിസ്കഷനിലേക്ക് വരാൻ പോകുന്നത് ബ്രൗൺ ആൽഗ, ഫിയോഫൈസിയയിലേക്കാണ്. ബ്രൗൺ ആൽഗെ എന്താണ്? ഫിയോഫൈസിയ എന്താണ്? ബ്രൗൺ ആൽഗെ നിങ്ങൾ നോക്കണം. ഇവര് പ്രൈമർലി മറൈൻ ഹാബിറ്റേറ്റ് ആണ് എന്ന് പറയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു റയർലി ഫ്രഷ് വാട്ടർ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ഇവര് പല സൈസും ഫോമും ഉണ്ട്. നാം നേരത്തെ പറഞ്ഞിരുന്നു ഒരു മാസീവ് ഫോം കെൽപ്സ് വിഭാഗം ഇവരിൽ കാണുന്നു, വലുത് അല്ലേ? അതുപോലെ തന്നെ ഫിലമെന്റസ് ഫോം, ബ്രാഞ്ചഡ് ഫിലമെന്റസ് ഫോം ആയിട്ടുള്ള എക്ടോകാർപ്പസ് ഉണ്ട്, ഫിലമെന്റസ് ഫോംസ് ഉണ്ട്, എക്ടോകാർപ്പസ് ഇവരിലുണ്ട്. അത് മാത്രമല്ല ഇവരിൽ കാണുന്ന പിഗ്മെന്റുകൾ, ഇവർക്ക് ക്ലോറോഫിൽ എ ഉണ്ട്, സി ഉണ്ട്. കരോട്ടിനോയിഡ് പിഗ്മെന്റിൽ കരോട്ടിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ കരോട്ടിനോയിഡ്സ് പിഗ്മെന്റ്, കരോട്ടീനും ഉണ്ട് സാന്തോഫിലും ഉണ്ട്. കരോട്ടിനോയിഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പാണ്. എന്നിട്ട് അതിൽ കരോട്ടീനും ഉണ്ട് സാന്തോഫിലും ഉണ്ട്. അങ്ങനെയാണ് ശരിക്കും പറയേണ്ടത്. പക്ഷെ NCERT എപ്പോഴും കരോട്ടിനോയിഡ്സ് സാന്തോഫിൽ എന്നാണ് പറയാറുള്ളത്. നിങ്ങൾ NCERT ഫോളോ ചെയ്യുക. ഞാൻ ശരിക്കും കരോട്ടിനോയിഡ് എന്ന് പറഞ്ഞ പിഗ്മെന്റ്സ്, കരോട്ടിനോയിഡ്സ് എന്നുള്ള കാറ്റഗറിനെ ശരിക്കും കരോട്ടീനും സാന്തോഫിൽ നിന്നും എന്ത് ചെയ്യേണ്ടതുണ്ട്, ആക്കേണ്ടതുണ്ട്. അപ്പൊ NCERT എപ്പോഴും കരോട്ടിനോയിഡ് എന്ന് കാണാം. അപ്പൊ NCERT സ്റ്റേറ്റ്മെന്റ് കട്ട് ആൻഡ് കോപ്പി പേസ്റ്റ് വരികയാണെങ്കിൽ നിങ്ങൾ അത് തന്നെ ഫോളോ ചെയ്യേണ്ടി വരും. കരോട്ടിനോയിഡ്, അപ്പൊ കരോട്ടീൻ ഉണ്ട്, ആൽഫ കരോട്ടീൻ, ബീറ്റ കരോട്ടീൻ, അങ്ങനെ ഇതുണ്ട്. പക്ഷെ സാന്തോഫിൽ പിഗ്മെന്റ് ആണ് ഇവരിൽ കൂടുതലും കാണുന്നത്. ആ സാന്തോഫിൽ പിഗ്മെന്റ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാന്തോഫിൽ പിഗ്മെന്റ്സിലെ ഫ്യൂക്കോസാന്തിൻ. സാന്തോഫിൽ വേറെയും ഡിഫറെന്റ് ടൈപ്പ് ഉണ്ട്. സാന്തോഫിൽ കുറെ ടൈപ്പ് ഉണ്ട്. അതിൽ തന്നെ ഫ്യൂക്കോസാന്തിൻ എന്ന് പറയുന്ന പിഗ്മെന്റ്സ്, അതിന്റെ കളറാണ് ശരിക്ക്, ഫ്യൂക്കോസാന്തിന്റെ കളറാണ് ശരിക്കും ആ ബ്രൗണിലേക്ക് വരുന്നത്. മനസ്സിലായോ? അതുപോലെ തന്നെ ഇവർ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ലാമിനാരിൻ ഓർ മാനിറ്റോൾ. ഇവിടെ ഫുഡ് സ്റ്റോറേജ്, മറ്റോടത്ത് നമ്മൾ സ്റ്റാർച്ച് പറഞ്ഞു, ഇതൊരു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആണ് ലാമിനാരിനും മാനിറ്റോളും. അതുപോലെ ഇവര് വെജിറ്റേറ്റീവ് സെല്ലുലോസിക് വാൾ കവേർഡ് വിത്ത് സെല്ലുലോസിക് ആയിട്ടുള്ള സെൽ വാളാണ്. അതിനെയും കവർ ചെയ്ത് പുറത്തൊരു കോട്ട് ഉണ്ട്, ജലാറ്റിനസ് കോട്ട്, ആൽജിൻ ഉണ്ട്. അപ്പൊ സെൽ വാൾ ഉണ്ടാക്കിയത് സെല്ലുലോസും അതിന് ചുറ്റും എന്തുണ്ട്, ആൽജിൻ എന്ന് പറയുന്ന കോട്ട് ഉണ്ട്. പിന്നെ സെല്ലിന്റെ ഉള്ളിൽ പ്ലാസ്റ്റിഡ് എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തറ്റിക് സ്റ്റോറേജ് സ്ട്രക്ചർ. പ്രോട്ടോപ്ലാസ്റ്റിൽ ആണെങ്കിൽ ചെറിയ എന്താ പറയുക സെൻട്രലി ലൊക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വാക്യൂളും ന്യൂക്ലിയസ് ഒക്കെ ഉണ്ട്. അതൊക്കെ സ്വാഭാവികം, ഞാൻ പറഞ്ഞേന്നുള്ളൂ. ഒരു സെല്ലിനെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ പ്ലാൻ ബോഡിനെ ഡിഫറെന്റ് ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട്. ഇവരുടെ പ്ലാൻ ബോഡിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫോട്ടോസിന്തറ്റിക് ആയിട്ടുള്ള ഫ്രോണ്ട്, ഒരു സ്റ്റാക്കിനെ വിളിക്കുന്ന പേര് സ്റ്റൈപ്പ്. അത് മണ്ണിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തിനെ ഹോൾഡ് ഫാസ്റ്റ് എന്നുള്ള രീതിയിൽ NCERT പറയുന്നുണ്ട്. അതായത് മണ്ണിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഹോൾഡ് ഫാസ്റ്റ്, പിന്നെ ഒരു സ്റ്റോക്ക് ഉണ്ട്, അതിനെ സ്റ്റൈപ്പ് എന്ന് വിളിക്കും. പിന്നെ ഒരു ലീഫ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്, അതിനെ വിളിക്കുന്ന പേര് ഫ്രോണ്ട് എന്നായിരിക്കും പറഞ്ഞത്. ഓർത്തു വെക്കുക എല്ലാവരും. റീപ്രൊഡക്ഷനിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇവിടെ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്രാഗ്മെന്റേഷൻ വഴിയാണ്. അത് മാത്രമല്ല അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് മോസ്റ്റ് ബൈഫ്ലജല്ലേറ്റഡ് സൂസ്പോർ വെച്ചിട്ടാണ്. അതായത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ മോസ്റ്റ് ബ്രൗൺ ആൽഗയിൽ സൂസ്പോർ ആണ്. നോൺ മൊട്ടൈൽ സ്പോറിനേക്കാളും കൂടുതലും സൂസ്പോർ ആണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും കോമൺ ടൈപ്പ് ആയിട്ടുള്ള അസെക്ഷൽ റീപ്രൊഡക്ഷൻ സൂസ്പോർ ആണ് എന്നുള്ളത്. ഇനി സെക്ഷൽ റീപ്രൊഡക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിലോ, അല്ല ഒരു മിനിറ്റ്, അതിനേക്കാളും മുന്നേ അവരുടെ ഈ പറയുന്ന സ്പോറിന്റെ ഷേപ്പ്, അവരുടെ ആ സ്പോറിന്റെ ഷേപ്പ് ഒരു പിയർ ഷേപ്പ് ആയിട്ടുള്ള ഒരു സ്പോറാണ് എന്ന് പറയുന്നുണ്ട്. ഒരു പിയർ ഷേപ്പ്, ഒരു സബർജെല്ലിയുടെ ഒരു ഷേപ്പ് ഒരു പിയർ ഷേപ്പ് ആണെന്ന് പറയാം. പിയർ ഷേപ്പ്, ആ പിയർ ഷേപ്പ് ആണ്. അത് മാത്രമല്ല ആ എന്താണ് പറയുക, ഇപ്പൊ ഞാനൊരു സ്പോർ ഇവിടെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ട ഇങ്ങനെ ഒരു പിയർ ഷേപ്പ് ആയിട്ടുള്ള ഒരു സ്പോർ ഉണ്ടായിരിക്കും, ഒരു പിയർ ഷേപ്പ്. എന്നിട്ട് അതിന്റെ ലാറ്ററൽ സൈഡിൽ ഫ്ലജല്ല, അതും അൺഈക്വൽ, ഒന്ന് ലാർജ് ഒന്ന് ചെറുതൊക്കെ ആയിരിക്കാം. ടു അൺഈക്വലി ലാറ്ററലി അറ്റാച്ച്ഡ് ഫ്ലജല്ല പ്രസന്റ് ആയിരിക്കും. അത് മനസ്സിലാക്കി വെക്കുക, പിയർ ഷേപ്ഡ് ആണ്. ഇവർക്ക് സെക്ഷൽ റീപ്രൊഡക്ഷൻ കാണുന്നുണ്ട്. എന്താ ഇവരുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ? ഇവർ കാണിക്കുന്ന സെക്ഷൽ ഐസോഗാമസ്, അനൈസോഗാമസ്, ഊഗാമസ് ഒക്കെ ഇവർ കാണിക്കുന്നുണ്ട്. ഇവർ വെള്ളത്തിലല്ലേ, അപ്പൊ ഇവിടെ ഗാമീറ്റ് ഫ്യൂഷൻ നടക്കുന്നത് എവിടെ തന്നെയാണ്? വാട്ടറിൽ വെച്ചിട്ട് ഫ്യൂഷൻ ഓഫ് ഗാമീറ്റ്സ്. പിന്നെ അത് മാത്രമല്ല ഈ ഫീമെയിൽ ഗാമീറ്റ് ഉണ്ടാക്കുന്ന ചില ആളുകൾക്ക് ഒരു സ്ട്രക്ചർ ഉണ്ടാവാറുണ്ട്. ഇപ്പൊ ഞാനിവിടെ ഒരു ചിത്രം വരയ്ക്കുകയാണ്. ഫീമെയിൽ ഗാമീറ്റ് ഉണ്ടാക്കുന്നവർക്ക് ചില സ്ട്രക്ചർ ഉണ്ടാവാറുണ്ട്. ഊഗോണി എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ഉണ്ടാവാറുണ്ട്. ഊഗാമസ് കാണിക്കുന്നവരിൽ ഫീമെയിൽ ഗാമീറ്റ് ഉണ്ടാക്കുന്നത് ഒരു ഊഗോണിയം എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറിലായിരിക്കും. ഇവർ വെള്ളത്തിലാണെങ്കിൽ പോലും
വാട്ടർ വഴി മെയിൽ ഗാമീറ്റ് വന്നിട്ട് അവസാനം എവിടെ വെച്ച് ഇതിന്റെ ഊഗോണിയത്തിന്റെ ഉള്ളിലേക്കായിരിക്കും ഗാമീറ്റ് വരിക. വാട്ടറിൽ വെച്ചിട്ട് ഇവരുടെ ഗാമീറ്റ് ഫ്യൂഷൻ നടക്കും. വാട്ടറിൽ വെച്ചിട്ട് ഗാമീറ്റ് ഫ്യൂഷൻ നടക്കും. അതുകൂടാതെ ഊഗ്യാമസ് കാണിക്കുന്ന ചില ആളുകൾ, അവരിൽ എന്ത് സംഭവിക്കും? ഊഗ്യാമസ് സ്പീഷീസിൽ, ഇപ്പൊ ഫ്യൂക്കസ് ഒക്കെ ഊഗ്യാമസ് സ്പീഷീസ് ആണ് അല്ലെ? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സ്ട്രക്ചർ ഉണ്ട്, ഫീമെയിൽ ഒരു സെക്സ് ഓർഗൻ പോലെ. ആ ഊഗോണിയത്തിന്റെ ഉള്ളിലേക്കാണ് മെയിൽ ഗാമിറ്റ് വരിക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് ഊഗ്യാമസ് സ്പീഷീസിൽ. പിന്നെ ഗാമീറ്റ് ആണെങ്കിൽ എന്താണ്? ഗാമീറ്റിനെ കുറിച്ച് എനിക്ക് ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗാമീറ്റും ഇവിടെ പിയർ ഷേപ്പ് തന്നെയാണ് ഇവിടെയും. അതുകൊണ്ടാണ് അതിനെ പൈരിഫോം എന്നുള്ള രീതിയിൽ അതിനെ വിളിക്കുന്നത്. അതും ടു ലാറ്ററലി അറ്റാച്ച്ഡ് ഫ്ലജല്ല ഒക്കെ തന്നെയാണ്. ഗാമീറ്റിനും ഫ്ലജല്ലയുണ്ട്, മനസ്സിലാക്കി വെക്കുക. ചില എക്സാമ്പിൾ ആണ് എക്ടോകാർപ്പസ്, ഫ്യൂക്കസ്, ഡിക്റ്റിയോട്ട, സർഗാസം, ലാമിനേരിയ. എക്സാമ്പിൾ കാണാതെ പഠിക്കണം, എക്സാമ്പിൾ ബേസ്ഡ് ആയിരിക്കും ക്വസ്റ്റ്യൻ. ഇപ്പൊ ലാമിനാർ മാനിറ്റോൾ സ്റ്റോർഡ് ഏതാ, അത് ചിലപ്പം ചോദിക്കുന്നത് ഇപ്പൊ എക്ടോകാർപ്പസിൽ എന്താണ് ഫുഡ് സ്റ്റോർ ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതാ, തെറ്റായ സ്റ്റേറ്റ്മെന്റ് ഏതാ, അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. റോഡോഫൈസി, നമുക്ക് ഇനി ഡിസ്കഷൻ വരുന്നത് റോഡോഫൈസിനെ കുറിച്ചിട്ടാണ്. ഇപ്പൊ റോഡോഫൈസിയെ പറയുകയാണെങ്കിൽ കോമൺലി കോൾഡ് റെഡ് ആൽഗ എന്നാണ് പറയുക. സാധാരണ ഇതിലുള്ള ആളുകളൊക്കെ മൾട്ടി സെല്ലുലാർ ആയിരിക്കും, കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഒക്കെ ഉണ്ട്. എന്നാൽ യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഫോം ഉണ്ട്, ഇത് NCERT പറയുന്നില്ല, ഞാൻ ജസ്റ്റ് അവിടെ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. യൂണിസെല്ലുലാർ ഫോം ഉണ്ട്, മോസ്റ്റ്ലി മൾട്ടി സെല്ലുലാർ ആണ്. അധികം ഈ റെഡ് ആൽഗ കാണുന്നത് സമുദ്രത്തിലൊക്കെ ഒരു വാമർ ഏരിയയിലാണ്, കുറച്ച് വാമായിട്ടുള്ള ഏരിയയിലാണ് അവർ കാണുക. പിന്നെ ഈ പറയുന്ന റെഡ് ആൽഗയ്ക്ക് സമുദ്രത്തിന്റെ സർഫേസിലും അല്ലെങ്കിൽ ലൈറ്റ് പെനട്രേറ്റ് ചെയ്ത് എത്താൻ ബുദ്ധിമുട്ടുള്ള സ്ഥലത്തും അവർ കാണാറുണ്ട്. അതായത് ഡെപ്തിലും കാണാറുണ്ട് റെഡ് ആൽഗ. റെഡ് ആൽഗയ്ക്ക് ഒരു പിഗ്മെന്റ് ഉണ്ട്, റെഡ് പിഗ്മെന്റ് കൊടുക്കുന്ന R5 എർത്തിൽ എന്ന് പറഞ്ഞ പിഗ്മെന്റ് ഉണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഞാൻ ഈ പറയുന്നത് ഒന്ന് മനസ്സിലാക്കുക, അവർ കാണുന്ന ഏരിയ, അതുപോലെ തന്നെ അവർ നിൽക്കുന്ന സ്ഥലങ്ങളുടെ പ്രത്യേകത. ഇവർക്ക് ക്ലോറോഫിൽ A ഉണ്ട്, D ഉണ്ട്, റെഡ് പിഗ്മെന്റ് കോൾഡ് R5 എർത്തിൽ. അതിന്റെ ആ ഒരു പ്രിഡോമിനൻസ് കാരണമാണ് അവർക്ക് റെഡ് കളർ വരുന്നത്. പിന്നെ ഇവർ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് എന്ന് പറയുന്ന സാധനമാണ്. ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് ശ്രദ്ധിച്ചോളൂ. അയാളുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്, ഫ്ലോറീഡിയൻ സ്റ്റാർച്ചിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് അമൈലോപെക്റ്റിൻ എന്ന് പറയുന്നതും ഗ്ലൈക്കോജൻ, നമുക്കറിയാം ഗ്ലൈക്കോജൻ ഫുഡ് സ്റ്റോർ ചെയ്യുന്ന അല്ലേ, ഗ്ലൈക്കോജൻ, അതിൻ്റെ ഒക്കെ സ്ട്രക്ചറിനോട്, അമൈലോപെക്റ്റിന്റെ ഒക്കെ സ്ട്രക്ചറിനോട് സിമിലാരിറ്റീസ് ഉള്ളതാണ് ഏത് ഈ പറയുന്ന ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. ഇവരുടെ റീപ്രൊഡക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഫ്രാഗ്മെന്റേഷൻ ആണ്. ഓക്കെ, ഫ്രാഗ്മെന്റേഷൻ NCERT വേർഡിലേക്ക് വന്നാൽ ഫ്രാഗ്മെന്റേഷൻ, മറ്റത് വേണമെന്നില്ല. ഓക്കെ, they are reproduce asexually by variety of non-motile spores. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റോഡോഫൈസി എന്ന് പറയുന്ന ആൽഗ, റെഡ് ആൽഗ, അവർക്ക് ഫ്ലജല്ല ഇല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അവർക്ക് എന്തില്ല? ഫ്ലജല്ല ഇല്ല. അതിപ്പോ ഗാമീറ്റ്, എന്താണ് പറയുക, ഗാമീറ്റ് ആയാലും സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോഴുള്ള ഗാമീറ്റ് ആയാലും അവർക്ക് എന്തില്ല? ഫ്ലജല്ല ഇല്ല. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഒരു കാര്യം കൂടി പറയാം, നമ്മളെല്ലാത്തിലും ഐസോഗാമസ്, അനൈസോഗാമസ്, ഊഗാമസ് എന്ന് പറഞ്ഞെങ്കിലും ഇവരിൽ ആകെ ഒന്ന് മാത്രമേ ഉള്ളൂ, എന്ത്? ഊഗാമസ് മാത്രമേ ഉള്ളൂ. ഒരു ഊഗാമസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കാണിക്കുന്നില്ല എന്ന് NCERT പറയുന്നുണ്ട്. ഇവിടെ ഗാമീറ്റ്സ് ആർ നോൺ മോട്ടൈൽ എന്നാണ്, ഫ്ലജല്ല ആബ്സെന്റ് ആണ്. ഊഗാമസ് എന്ന് പറയുമ്പോൾ മെയിൽ ഗാമീറ്റ് ഫ്ലജല്ലേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എപ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ഇവിടെ എന്തായാലും മെയിൽ ഗാമീറ്റിനും ഫ്ലജല്ല ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിക്കോളിട്ടാ. ഓക്കെ, അത് മാത്രമല്ല, ഇവര് ഫ്യൂഷൻ നടത്തി കഴിഞ്ഞതിന് ശേഷം അവരിൽ നടക്കുന്ന ലൈഫ് സൈക്കിളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. അതാണ് ആഫ്റ്റർ ഫ്യൂഷൻ, ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ, പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഡെവലപ്മെന്റ് കുറച്ചും കൂടി എന്താണ്, കോംപ്ലക്സ് ആയിട്ടുള്ള കുറച്ച് അഡീഷണൽ സ്ട്രക്ചറുകളൊക്കെ പറയേണ്ടി വരും. അതൊന്നും നമ്മൾ NCERT പറയുന്നില്ല. ഇപ്പൊ പോർഫൈറയിലും പോളിസൈഫോണിയയിലും ഒക്കെ അതിന്റെ സെക്ഷൽ റീപ്രൊഡക്ഷന്റെ ലൈഫ് സൈക്കിൾ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആഫ്റ്റർ ഊഗാമസ്, എന്താണ്, ഫെർട്ടിലൈസേഷന് ശേഷം സൈഗോട്ട്, അതിന്റെ പേരുകളൊക്കെ മാറി വേറെ വേറെ സ്ട്രക്ചറുകളായി മാറാറുണ്ട്. സാധാരണയിലും ആളുകളിൽ നടക്കുന്നത് പോലെ അല്ല എന്നാണ് പറയുന്നത്. കുറച്ചുകൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ഈവന്റ് ആണ്, അത് മനസ്സിലാക്കി വെക്കുക. എക്സാമ്പിൾ പോർഫൈറ, പോളിസൈഫോണിയ, ജലീഡിയം, ഗ്രാസിലേറിയ ഒക്കെ ഇതിന്റെ എക്സാമ്പിൾ ആണ്. സോ നമ്മൾ ആൽഗനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു.
ഗ്രീൻ ആൽഗെ, ബ്രൗൺ ആൽഗെ, റെഡ് ആൽഗെ, അതിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ റിവിഷൻ ക്ലാസ്സിലൂടെ നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരുന്നു. ഇതൊരു റിവിഷൻ ക്ലാസ് ആണ്. നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഏതൊരു കുട്ടിക്കും ഒരു പെട്ടെന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇപ്പൊ കേട്ടത്. അതിൽ കുറെ കാര്യങ്ങൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു ആൽഗയുടെ. ഇതിൽ നിങ്ങൾ എല്ലാം നോക്കി പോകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. NCERT ഒന്നും ഒഴിവാക്കാനില്ല. അവിടെ മോസ്റ്റ് ഉണ്ടെങ്കിൽ അത് ഏതാണ്, അങ്ങനെ കോമൺ ടൈപ്പ് ഏതൊക്കെയാണെന്നുള്ളതൊക്കെ ഒന്ന് നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യുക. സോ നമ്മൾ ഈ ആൽഗ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത് ബ്രയോഫൈറ്റ്സ് ആണ്. നമ്മൾ തീർച്ചയായിട്ടും ബ്രയോഫൈറ്റ്സിന്റെ കാര്യങ്ങൾ ഡിസ്കഷനിലേക്ക് വരാം. എന്താണ് ബ്രയോഫൈറ്റ്? നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ വീടിൻ്റെ ഒക്കെ ചുറ്റും മതിൽമേലെ കാണുന്ന, അല്ലെങ്കിൽ നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ്, നമ്മളൊക്കെ കയ്യിൽ ചിലപ്പം പിടിച്ചിട്ടുള്ളതൊക്കെയാണ് ബ്രയോഫൈറ്റ്. ഈ ചിത്രത്തിൽ കണ്ടിട്ടുണ്ടാവാം. ഞാൻ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. നമ്മളെല്ലാവരും ചെറുപ്പത്തിൽ കള്ളനും പോലീസ് കളിച്ച ഒരു സ്ട്രക്ചറാണ്. ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ കാണിച്ചു. ഇത് ശരിക്കും എക്സാക്ട് യെസ്, എന്നാലും നിങ്ങൾക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടാവും. നമ്മളിങ്ങനെ ഇത് സ്പീഷീസ് ചെറിയ വ്യത്യാസമുണ്ട്. നമ്മളിങ്ങനെ കൊളുത്തി വലിക്കുന്ന ഒരു സാധനം അല്ലേ? ശരിക്കും എന്താണ് നമ്മളെ വലിച്ചത്, ഇങ്ങനെ കൊളുത്തി വലിച്ചത് എന്താണ്? അത് ബ്രയോഫൈറ്റിന്റെ സ്പോറോഫൈറ്റ് ആണ് ശരിക്കത്. അപ്പൊ ഈ സ്പോറോഫൈറ്റ് എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന വിചാരിക്കുന്നു. സ്പോറുകൾ ഉണ്ടാകുന്ന സ്ട്രക്ചറാണ് സ്പോറോഫൈറ്റ്. ആ സ്പോറുകളിൽ നിന്നാണ് അടുത്ത ബ്രയോഫൈറ്റുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത. സ്പോറോഫൈറ്റ് എന്ന് പറഞ്ഞ സാധനം ഇതാണ്. പക്ഷെ ഈ പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മൾ ഈ പുല്ല് പോലെ ഇവിടെ കാണുന്നത്, ഇത് ഗാമിറ്റോഫൈറ്റ് ആണ്. ഒരു ബ്രയോഫൈറ്റിന്റെ പ്ലാൻ ബോഡി നോക്കുകയാണെങ്കിൽ അതിന് ഗാമിറ്റോഫൈറ്റ്, നമ്മൾ ഈ പറയുന്ന സ്പോറോഫൈറ്റ് എപ്പോഴും എല്ലാത്തിന്റെ മേലെയും അങ്ങനെ കാണുന്നുണ്ട് നിങ്ങൾ. എല്ലാം ചെറിയ ചെറിയ പുല്ലിന്റെ മേലും അതേ മരത്തിലുള്ള സാധനങ്ങളില്ല, ചിലതിന്റെ മേലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, സ്പോറോഫൈറ്റ് ഫെർട്ടിലൈസേഷനൊക്കെ ശേഷം മാത്രമേ ഈ പറയുന്ന ഗാമിറ്റോഫൈറ്റിന്റെ മേലെ സ്പോറോഫൈറ്റ് ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ബ്രയോഫൈറ്റിന്റെ മെയിൻ പ്ലാൻ ബോഡി നമ്മൾ നോക്കുമ്പോഴൊക്കെ എപ്പോഴും ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ബ്രയോഫൈറ്റിന്റെ ഡോമിനന്റ് ഫേസ് എന്ന് പറയുന്നത് അതിന്റെ ഗാമിറ്റോഫൈറ്റ് ആണ്. ഞാനിപ്പോ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ചിത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ആ കൊളുത്തി വലിക്കുന്ന സാധനം സ്പോറോഫൈറ്റ് ആണ്. അത് ഫെർട്ടിലൈസേഷന് ശേഷം മാത്രമൊക്കെയാണ് അത് വരുന്നത് എന്നുള്ളതാണ് സത്യം. അല്ലാത്തപ്പോഴൊക്കെ ഗാമിറ്റോഫൈറ്റ് ആയിരിക്കും. എന്തായാലും ബ്രയോഫൈറ്റിന്റെ മെയിൻ പ്ലാൻ ബോഡി ഗാമിറ്റോഫൈറ്റ് ആണ്. ബ്രയോഫൈറ്റിന്റെ 2 ക്ലാസ് ആണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഈ ഗാമിറ്റോഫൈറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ ക്രോമസോം നമ്പർ ഹാപ്ലോയിഡ് ആയിരിക്കും, N ആയിരിക്കും. ഗാമിറ്റോഫൈറ്റ് ഗാമീറ്റിന്റെ എന്താ N അല്ലേ? ഗാമീറ്റ് എന്ന് പറഞ്ഞാൽ N ആണ്. ഗാമീറ്റ് ഫ്യൂസ് നടന്നു കഴിഞ്ഞാൽ 2N ആവും. ഫെർട്ടിലൈസേഷൻ നടന്നാൽ 2N ആവും. ഗാമീറ്റ് ഉണ്ടാക്കുന്ന സ്ട്രക്ചറാണ് ഗാമിറ്റോഫൈറ്റ്. ഞാനിപ്പോ ഈ കാണിച്ച രണ്ട് ബ്രയോഫൈറ്റ്സ് ആണ് നിങ്ങൾക്ക് ഉള്ളത്. ഒന്ന് ലിവർവോർഡ്സ് ആൻഡ് മോസസ്. അതാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ലിവർവോർഡ്സും മോസസും ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോ ബ്രയോഫൈറ്റിന്റെ ഒരു ലൈഫ് സൈക്കിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒന്ന് എളുപ്പമായിരിക്കും. ഞാൻ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒരു ബ്രയോഫൈറ്റിന്റെ ലൈഫ് സൈക്കിൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ ബ്രയോഫൈറ്റിനെ നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അതിന്റെ എന്താ പറയാ, ഗാമിറ്റോഫൈറ്റ് ആണ് ഡോമിനന്റ് ഫേസ്. ഇപ്പൊ ഞാൻ ഈ വരയ്ക്കുന്നത് ഒരു ഗാമിറ്റോഫൈറ്റ് ആണെന്ന് വിചാരിക്കുക. നമ്മളെ പുല്ല് പോലത്തെ സ്ട്രക്ചർ ആണെന്ന് വിചാരിക്കുക. ഗാമിറ്റോഫൈറ്റ് അത് മണ്ണിലേക്ക് അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന റീജിയൻ, മണ്ണിലേക്ക് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റത്തിൽ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നതിനെ നമ്മൾ വിളിക്കും റൈസോയിഡ് എന്ന് പറയും. റൈസോയിഡ്. ഈ ഗാമിറ്റോഫൈറ്റിന്റെ മേലെ എന്തുണ്ട്? ഈ ഗാമിറ്റോഫൈറ്റിന്റെ മേലെ സെക്സ് ഓർഗൻസ് ഉണ്ട്. ഈ ഗാമിറ്റോഫൈറ്റിന്റെ മേലെ ആർക്കിഗോണിയ ഉണ്ട്, അതുപോലെ തന്നെ ആന്ത്രീഡിയം. മെയിൽ സെക്സ് ഓർഗൻ ആന്ത്രീഡിയം, ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയം. ഈ ആർക്കിഗോണിയത്തിന്റെ ഉള്ളിൽ ഇത് ആർക്കിഗോണിയാണെന്ന് വിചാരിക്കാം. ദിസ് ഇസ് ആർക്കിഗോണിയം. ഇത് ആർക്കിഗോണിയാണെന്ന് വിചാരിക്കാം. ഈ ആർക്കിഗോണിയത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? എഗ് ഉണ്ട്. ഇവിടെ എഗ് ഉണ്ട്. ഇതൊരു ഫ്ലാസ്ക് ഷേപ്പ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ആർക്കിഗോണിയം. എഗ് ഒക്കെ ഏതാ കണ്ടീഷൻ? ഹാപ്ലോയിഡ് കണ്ടീഷനാണ്, N കണ്ടീഷൻ. ഇനി നോക്കുക, ഇത് ആന്ത്രീഡിയമാണ്. ആന്ത്രീഡിയത്തിന്റെ ഉള്ളിൽ, ആന്ത്രീഡിയം എന്ന് പറഞ്ഞാൽ മെയിൽ സെക്സ് ഓർഗൻ ആണ്. ആ ആന്ത്രീഡിയത്തിന്റെ ഉള്ളിൽ ബൈഫ്ലജലേറ്റഡ് ആയിട്ടുള്ള ആന്ത്രോസൂയിഡ് ഉണ്ട്.
അതും ഹാപ്ലോയിഡ് കണ്ടീഷനാണ്. ഒരു വാട്ടർ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഈ ആന്ത്രോസോയിഡ് ഈ ആർക്കിഗോണിയത്തിന്റെ ഉള്ളിലേക്ക് എത്തും. ഈ ആന്ത്രോസോയിഡ് ആർക്കിഗോണിയത്തിന്റെ ഉള്ളിലേക്ക് ഫ്ലാസ്ക് ഷേപ്പ് ആയിട്ടുള്ള അതിൻ്റെ ഉള്ളിലേക്ക് എത്തി എഗ്ഗുമായിട്ട് ഫ്യൂഷൻ നടന്ന് അത് സൈഗോട്ടായിട്ട് മാറും. ഇതിൻ്റെ ഉള്ളിൽ അവിടെ സൈഗോട്ട് ഫോം ചെയ്യും. സൈഗോട്ട് 2n കണ്ടീഷനാണ് സൈഗോട്ട്. ഇതാണ് നമ്മുടെ ഗാമിറ്റോഫൈറ്റ്. മെയിൻ പ്ലാൻ ബോഡി ഇതാണ് ഗാമിറ്റോഫൈറ്റ്. ഇതിന്റെ മേലെ സൈഗോട്ട് ഫോം ചെയ്തിട്ടുണ്ട്. സൈഗോട്ട് എന്ന് പറയുന്ന സാധനം പിന്നീട് എംബ്രിയോ ആയിട്ട് മാറും. മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ട് അത് എംബ്രിയോ ആയിട്ട് മാറി. ആ എംബ്രിയോ ഞാനിവിടെ കൊടുക്കുക, സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറി. പിന്നീട് ആ എംബ്രിയോ ഡെവലപ്പ് ചെയ്ത് അതൊരു സ്പോറോഫൈറ്റ് ആയി മാറി. കണ്ട, ഇതൊരു സ്പോറോഫൈറ്റ് ആയിട്ട് മാറി. എംബ്രിയോ ഒരു സ്പോറോഫൈറ്റ് ആയിട്ട് മാറി. കണ്ട, സ്പോറോഫൈറ്റ്. എംബ്രിയോ ഒരു സ്പോറോഫൈറ്റ് ആയിട്ട് മാറി. സ്പോറോഫൈറ്റിനാണെങ്കിൽ ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ, അങ്ങനെ 3 പാർട്ട് ഉണ്ട്. ഫൂട്ട്, സീറ്റ, ക്യാപ്സ്യൂൾ, 3 പാർട്ട് ഉണ്ട് അവർക്ക്. 3 പാർട്ട്. അപ്പൊ എംബ്രിയോ എന്തായിട്ട് മാറി? ഒരു സ്പോറോഫൈറ്റ് ആയിട്ട് മാറി. ആ സ്പോറോഫൈറ്റ് എവിടെ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത്? ഗാമിറ്റോഫൈറ്റിലാണ്. ഈ ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ വെച്ച് സ്പോറോഫൈറ്റിന് മിയോസിസ് നടക്കുന്നു. മിയോസിസ് നടന്നു കഴിഞ്ഞാൽ അത് എന്തായി മാറും? മിയോസിസ് നടന്നു കഴിഞ്ഞാൽ അത് എൻ കണ്ടീഷനുള്ള സ്പോർ ഈ ക്യാപ്സ്യൂളിന്റെ ഉള്ളിൽ ഉണ്ടാവും. സ്പോർസ് ഫോം ചെയ്യും. എൻ കണ്ടീഷനാണ്. എൻ കണ്ടീഷൻ സ്പോർസ് ഫോം ചെയ്യും. സ്പോർസ് നിലത്തേക്ക് വീഴും. സ്പോർസ് പിന്നീട് എന്തായിട്ട് മാറും അറിയോ? ഇവിടെ പ്രോട്ടോണിമ സ്റ്റേജ്. എല്ലാവർക്കും പ്രോട്ടോണിമ സ്റ്റേജ് ഇല്ല കേട്ടോ. പ്രോട്ടോണിമ സ്റ്റേജ് കാണുന്നത് മോസസിനാണ്. അപ്പൊ പ്രോട്ടോണിമ സ്റ്റേജ് ഇല്ലാത്തത് ആർക്കാ? ലിവർ വോർഡ്സിന്. ലിവർ വോർഡ്സിന്റെ ലൈഫ്, ഞാനിപ്പോ ഈ വരച്ചത് മോസസിന്റെ ലൈഫ് സൈക്കിളാണ്. നേരെ മറിച്ച് ഞാനൊരു ലിവർ വോർഡ്സിന്റെ ലൈഫ് സൈക്കിളാണ് പറയുന്നതെങ്കിൽ ഒരിക്കലും സ്പോർ കഴിഞ്ഞ് ഒരു പ്രോട്ടോണിമ സ്റ്റേജ് ഞാൻ വരക്കില്ല. ഇത് മോസസ് ആണ്, നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി മോസസ് ആണ്. ഇത് പ്രോട്ടോണിമ സ്റ്റേജ് ആണ്. ഈ ഒരു പ്രോട്ടോണിമ എന്ന് ഞാനിവിടെ എഴുതുന്നു. പ്രോട്ടോണിമ, സ്പോറിന് നേരിട്ടുണ്ടായ പ്രോട്ടോണിമനെ വിളിക്കുന്ന പേര് പ്രൈമറി പ്രോട്ടോണിമ എന്നാണ്. പിന്നീട് ആ പ്രോട്ടോണിമ വീണ്ടും വേണമെങ്കിൽ സെക്കൻഡറി പ്രോട്ടോണിമ ആവാം. അല്ലെങ്കിൽ ഈ പ്രോട്ടോണിമയിൽ നിന്ന് എന്തുണ്ടാവാം? ഒരു ബഡ് ഡെവലപ്പ് ചെയ്ത്, ഇപ്പൊ സെക്കൻഡറി പ്രോട്ടോണിമ എന്നായാലും ഒരു ലാറ്ററൽ ബഡ് ഫോം ചെയ്ത് ഈ സ്റ്റേജിലേക്ക് എത്താം. ഇതിൽ നിന്ന് ഇങ്ങനെ ജസ്റ്റ് മുളച്ച് ഇങ്ങനെ ഇതിലേക്ക് വരാം. മനസ്സിലായോ? പ്രൈമറി പ്രോട്ടോണിമ, സെക്കൻഡറി പ്രോട്ടോണിമ, ഇതിനെ ലീഫി സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ പറയട്ടെ, പ്രൈമറി പ്രോട്ടോണിമ എന്ന് പറഞ്ഞാൽ സ്പോറിന്ന് ഡെവലപ്പ് ചെയ്യുന്ന പ്രോട്ടോണിമനെയാണ് പ്രൈമറി പ്രോട്ടോണിമ എന്ന് പറയാം. NCERT ടെക്സ്റ്റ് ബുക്കിലുണ്ട് ഈ സ്റ്റേജ്, ലീഫി സ്റ്റേജ് ഉണ്ടായിട്ടുള്ളത് സെക്കൻഡറി പ്രോട്ടോണിമ എന്നാണ്. ആയിക്കോട്ടെ, NCERT പ്രകാരം. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു ലീഫി സ്റ്റേജ് ഉണ്ടായി. ആ ലീഫി സ്റ്റേജിന്റെ റൂട്ട് ലൈക്ക് സ്ട്രക്ചർ മുറിഞ്ഞു. ആ റൈസോയിഡ് എന്ത് ചെയ്തു? ഒന്ന് മുറിഞ്ഞിരിക്കുക. റൈസോയിഡ് മുറിഞ്ഞു കഴിഞ്ഞാലുള്ള, ഇപ്പോ റൈസോയിഡ് ഒന്ന് മുറിഞ്ഞു. ഈ മുറിഞ്ഞ റൈസോയിഡിൽ നിന്ന് ഉണ്ടാവുന്ന പ്രോട്ടോണിമനെ നമ്മൾ സെക്കൻഡറി പ്രോട്ടോണിമ എന്ന് വിളിക്കും. അങ്ങനെയുണ്ട് കേട്ടോ. റൈസോയിഡ് മുറിഞ്ഞ് അതിൽ നിന്നൊരു പ്രോട്ടോണിമ പിന്നെ ഉണ്ടാവും, സെക്കൻഡറി പ്രോട്ടോണിമ. ആ സെക്കൻഡറി പ്രോട്ടോണിമെന്ന് പിന്നെ ലീഫി സ്റ്റേജ് ഉണ്ടാവാം. ഓക്കെ, ആസ് എ ലാറ്ററൽ ബഡ് എന്നുള്ള രീതിയിൽ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ സെക്കൻഡറി പ്രോട്ടോണിമെന്ന് ലീഫി സ്റ്റേജ് ഉണ്ടാകുന്നു. അത് തെറ്റൊന്നല്ല, അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. അത് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ചോദിച്ചാൽ അങ്ങനെ തന്നെയാണ് പറയേണ്ടത്. എനിവേ, പ്രോട്ടോണിമെന്ന് ലീഫി സ്റ്റേജ് ഉണ്ടാകുന്നു. ഓക്കെ, ദാറ്റ്സ് ഓൾ. ഇത്രയേ ഉള്ളൂ. ഈ പ്രോട്ടോണിമ എന്ന് പറയുന്ന സ്റ്റേജും ഈ ലീഫി എന്ന് പറയുന്ന സ്റ്റേജും ഗാമിറ്റോഫൈറ്റ് സ്റ്റേജ് ആണ് കേട്ടോ. ഈ രണ്ട് സ്റ്റേജും എന്ത് സ്റ്റേജാ? ഗാമിറ്റോഫൈറ്റിക് സ്റ്റേജ് ആണ്. ഇത് മോസസിന്റെ ഗാമിറ്റോഫൈറ്റിന് 2 സ്റ്റേജ് ഉണ്ട്, പ്രോട്ടോണിമ സ്റ്റേജും ലീഫി സ്റ്റേജും. അത്ര ആലോചിച്ചാൽ മതി. സംഭവത്തിലുള്ളൂ. മെയിൻ പ്ലാൻ ബോഡി ഗാമിറ്റോഫൈറ്റ്, അതിൽ മെയിൽ സെക്സ് ഓർഗൻ ആന്ത്രീഡിയം, ഫീമെയിൽ സെക്സ് ഓർഗൻ ആർക്കിഗോണിയം. ആന്ത്രീഡിയത്തിൽ ആന്ത്രോസോയിഡ്, അത് ആർക്കിഗോണിയത്തിൽ ഈ എഗ്ഗുമായിട്ട് ആന്ത്രോസോയിഡ് ഫ്യൂസ് ചെയ്യും. സൈഗോട്ട് ഉണ്ടാവും. സൈഗോട്ട് എംബ്രിയോ ആവും. എംബ്രിയോ സ്പോറോഫൈറ്റ് ആവും. സ്പോറോഫൈറ്റ് ഗാമിറ്റോഫൈറ്റിന്റെ മേലെ ഡിപ്പെൻഡ് ചെയ്ത് വളരുന്നു. സ്പോറോഫൈറ്റ് ഒരു മൾട്ടി സെല്ലുലാർ ആണ്. ഇവിടെ സ്പോറോഫൈറ്റ് ഫ്രീ ലിവിങ് അല്ല. സ്പോറോഫൈറ്റ് NCERT ഒന്നും കൂടി പറയാം, പാർഷ്യലി ഓർ
കംപ്ലീറ്റ്ലി ഡിപ്പെൻഡൻറ്റ്. അങ്ങനെയാണ്. മോസസിലാണെങ്കിൽ പാർഷ്യലി ഡിപ്പെൻഡൻ്റ് ആണ് ഗാമിറ്റോഫൈറ്റിന്റെ മേലെ. അത്രേ ഉള്ളൂ. മോസസിന്റെ കേസിൽ പാർഷ്യലി ഡിപ്പെൻഡൻ്റ് ആണ് ഈ പറയുന്ന സ്പോറോഫൈറ്റ്. അത് നറിഷ്മെന്റിന് വേണ്ടിയിട്ടാണ്. ഈ പറയുന്ന സ്പോറോഫൈറ്റിൽ മിയോസിസ് നടന്ന് സ്പോർ ഫോം ചെയ്ത് സ്പോർ പിന്നീട് പ്രോട്ടോണിമ സ്റ്റേജ് ആകുന്നു. പ്രോട്ടോണിമ സ്റ്റേജ് പിന്നെ ലീഫി സ്റ്റേജ് ആകുന്നു. ഗാമിറ്റോഫൈറ്റിന് 2 സ്റ്റേജ് ഉണ്ട്, പ്രോട്ടോണിമ സ്റ്റേജും ലീഫി സ്റ്റേജും പറഞ്ഞുള്ളൂ. അപ്പൊ എന്താണ് ഈ സെക്കൻഡറി പ്രോട്ടോണിമ? പ്രൈമറി പ്രോട്ടോണിമ ഉണ്ടായതിനു ശേഷം ഉണ്ടായ പ്രോട്ടോണിമ ഒക്കെ സെക്കൻഡറി പ്രോട്ടോണിമ ആണ്. അത്രേ ഉള്ളൂ. സ്പോറിൽ ഉണ്ടാവാത്ത പ്രോട്ടോണിമയാണ് സെക്കൻഡറി പ്രോട്ടോണിമ. ഇപ്പൊ പ്രൈമറി പ്രോട്ടോണിമ മുറിഞ്ഞി, അപ്പൊ ഉണ്ടാവും സെക്കൻഡറി പ്രോട്ടോണിമ. ആ സെക്കൻഡറി പ്രോട്ടോണിമ ഒന്നും ലീഫി സ്റ്റേജ് ഉണ്ടാവും. ഓക്കെ, പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞു. യെസ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇത് റീപ്രസന്റ് ഒരു ചിത്രം ഞാൻ നേരത്തെ കൊടുത്തതിന്റെ വേറെ ചിത്രമാണ്. നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അതും ഒന്നുകൂടി എളുപ്പമായിക്കോട്ടെ എന്ന് വെച്ചിട്ട് കൊടുത്തെന്നുള്ളൂ. അവിടെ ഒന്ന് ആന്ത്രീഡിയം ഒരു സൈഡിൽ ആർക്കിഗോണിയം കാണിച്ചിട്ടുണ്ട്, ആന്ത്രീഡിയം ആർക്കിഗോണിയം കാണിച്ചിട്ടുണ്ട്. ഫെർട്ടിലൈസേഷൻ കാണിക്കുന്നു, സൈഗോട്ട് എംബ്രിയോ ആവുന്നു. കണ്ട, എംബ്രിയോ പിന്നെ സ്പോറോഫൈറ്റ് ആയിട്ട് വളരുന്നു. സ്പോറോഫൈറ്റിന്റെ ഉള്ളിൽ മിയോസിസ് നടന്ന് സ്പോർ നിലത്തേക്ക് വീഴുന്നു. പിന്നെ പ്രോട്ടോണിമ സ്റ്റേജുകൾ ഉണ്ടാവുന്നു. ആ പ്രോട്ടോണിമ സ്റ്റേജിൽ നിന്ന് ബഡ് സ്റ്റേജ് ആയിട്ട് കണ്ട, ഇവിടെ നിങ്ങൾ കണ്ട ലീഫി സ്റ്റേജ് പിന്നെ ഉണ്ടായി വരാനുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞോളൂ. ദാറ്റ്സ് ഓൾ. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ആ ലൈഫ് സൈക്കിൾ പഠിക്കുന്നതോടുകൂടി ബ്രയോഫൈറ്റ്സിനെ കുറിച്ച് നമുക്ക് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് ഒരു വേർഷൻ കിട്ടുകയാണ്. ബ്രയോഫൈറ്റിനെ നമ്മൾ വിളിക്കുന്ന പേര് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്നായിരിക്കും. എന്തുകൊണ്ടാണ് ബ്രയോഫൈറ്റ്സിനെ ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം എന്ന് വിളിക്കാൻ കാരണം? ബ്രയോഫൈറ്റ്സിന് ആംഫീബിയൻസ് ഓഫ് പ്ലാന്റ് കിങ്ഡം, അവർ നിൽക്കുന്നത് ടെറസ്ട്രിയലാണ്. അവർക്ക് വാട്ടർ വേണം. വാട്ടർ ഇല്ലെങ്കിൽ അവിടെ എന്ത് നടക്കില്ല? സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കില്ല. സോ ദേ റിക്വയർ വാട്ടർ. ബ്രയോഫൈറ്റ്സിന് ഒരുപാട് എക്കണോമിക് ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. അതിൽ ഈ പറയുന്ന ബ്രയോഫൈറ്റിലെ മോസസ് ഉണ്ടല്ലോ, അതൊരു ലൈക്കനുമായിട്ട് കൂടി ചേർന്ന് ഒരു റോക്കിൽ ആദ്യമായിട്ട് ഒരു എന്താ പറയുക സക്സഷൻ, ഒരു റോക്കിൽ ഒരു കോളനി രൂപപ്പെടും. മോസും ലൈക്കനും വന്നു കഴിഞ്ഞാൽ പാറക്കൊന്ന് പൊടിഞ്ഞ് ഒരു നല്ലൊരു മാറ്റായി പിന്നെ അടുത്ത ഗ്രാസിന് അവിടെ വളരാൻ പറ്റും. മനസ്സിലായോ? പിന്നെ ഗ്രാസ് വളർന്നതിന് ശേഷം പിന്നെ കുറച്ച് ശ്രബ്സ് വളരും, അങ്ങനെ ട്രീസ് വളരും, അങ്ങനെ അവിടെ ഒരു സക്സഷൻ നടക്കും. അതാണ് സക്സഷൻ. ലാസ്റ്റ് ഒരു ഫോറസ്റ്റായി മാറും. ഒരു ഡ്രൈ ഏരിയയിൽ നിന്ന് ഒരു ബെയർ റോക്കിൽ നിന്ന് ഒരു വെജിറ്റേറ്റീവ് ഏരിയയിലേക്ക് കടക്കും. അതിനൊക്കെ ആദ്യം ലൈക്കനും മോസൊക്കെ വന്നിട്ട് പാറയുടെ മേലൊക്കെ ഇരുന്ന് അതൊക്കെ പൊടിഞ്ഞ് ഒരു മണ്ണൊക്കെ ആയി മാറണം. അതാണ് ഇത് പറയുന്നത്. അതുപോലെ സ്ഫാഗ്നം എന്ന് പറയുന്ന സ്പീഷീസ് ഉണ്ട്. സ്ഫാഗ്നം നമുക്ക് എന്താ വളമായിട്ട് യൂസ് ചെയ്യാം. അപ്പൊ നമ്മൾ പറയും പീറ്റ്, ഒന്ന് പാർഷ്യലി ഡീകമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഫോമാണ്. അതിനെ ഉണക്കി കഴിഞ്ഞാൽ നമുക്കത് കത്തിക്കാനും പറ്റും. മനസ്സിലായോ? യൂസ്ഡ് ആസ് എ ഫ്യൂവൽ. പിന്നെ സ്ഫാഗ്നം ഒരു വെള്ളം പിടിച്ച് നിൽക്കാനുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെ സ്ഫാഗ്നം ഒരു പാക്കിംഗ് മെറ്റീരിയൽ ഓഫ് ലിവിങ് മെറ്റീരിയൽസിന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിനെ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ മോസസ് നേരത്തെ നമ്മൾ പറഞ്ഞു, മോസസ് ഫോം ഡെൻസ് മാറ്റർ ഓൺ സോയിൽ. അതുകൊണ്ട് തന്നെ സോയിൽ മണ്ണൊലിപ്പ്, അതായത് സോയിൽ എറോഷൻസ് പ്രിവെന്റ് ചെയ്യാൻ ആരെ കൊണ്ട് കഴിയും? ഈ പറയുന്ന മോസസിനെ കഴിയും. സം മോസസ് പ്രൊവൈഡ് ഫുഡ് ഫോർ ഹെർബേഷ്യസ് മാമൽസ്, ബേർഡ്സ് ആൻഡ് അതർ ആനിമൽസ്. മറ്റുള്ള ആനിമൽസിന് വേണ്ടിയിട്ട് ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത് കൂടി. അപ്പൊ ഇതൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ആണ്, എക്കണോമിക് ചിലത് എക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ആണ് അല്ലേ. അപ്പൊ ഇതൊക്കെ ബ്രയോഫൈറ്റ്സിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസ് പഠിക്കുന്നത് നന്നായിരിക്കും. നമ്മൾ മോസസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നേരത്തെ ബ്രയോഫൈറ്റിൽ അപ്പൊ മോസസിനെ കുറിച്ച് പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ ലൈഫ് സൈക്കിൾ മോസസിന്റെ പറഞ്ഞത്. വേണമെങ്കിൽ മോസസ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. മോസസിന്റെ പ്രിഡോമിനന്റ് സ്റ്റേജ് ഏതാണ്? ഗാമിറ്റോഫൈറ്റ് ആണ്. അതിന് 2 സ്റ്റേജ് ഉണ്ട്, പ്രോട്ടോഡിമ സ്റ്റേജും ഉണ്ട്, ലീഫി സ്റ്റേജും ഉണ്ട്. സംശയമില്ലല്ലോ, നേരത്തെ നമ്മൾ പഠിപ്പിച്ചതാണ്. ഗാമിറ്റോഫൈറ്റിന് പ്രോട്ടോണിമ സ്റ്റേജും ഉണ്ട്, ലീഫി സ്റ്റേജും ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് പ്രോട്ടോണിമ ആണ് എന്നറിയാം. ഡയറക്ട്ലി ഡെവലപ്പ് ഫ്രം സ്പോർ എന്നാണ് ഞാൻ പറഞ്ഞു അല്ലേ. പ്രോട്ടോണിമ സ്റ്റേജ് ഉണ്ടാവുന്നത് എവിടുന്ന? സ്പോറിന്ന്. ഈ സ്പോറിന്നാണ് ഈ പ്രോട്ടോണിമ സ്റ്റേജ് ഉണ്ടാവുന്നത്. പിന്നെ എന്താ പറയുന്നത്? ആ പ്രോട്ടോണിമ സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? ആ പ്രോട്ടോണിമ സ്റ്റേജ് അതിന്റെ ഡെഫിനിഷനാണ് പ്രോട്ടോൺ വിച്ച് ഈസ് ഡെവലപ്ഡ്, ഇറ്റ് ഈസ് ക്രീപ്പിംഗ്, ഗ്രീൻ, ബ്രാഞ്ച്ഡ് ആൻഡ് ഫ്രീക്വൻലി ഫിലമെന്റസ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇത് പ്രോട്ടോണിമ സ്റ്റേജ്. ദ സെക്കൻഡ് സ്റ്റേജ് ഈസ് ലീഫി സ്റ്റേജ് വിച്ച് ഡെവലപ്പ് ഫ്രം സെക്കൻഡറി പ്രോട്ടോണിമ ആസ് ലാറ്ററൽ ബഡ്. അതെ, സെക്കൻഡറി പ്രോട്ടോണിമ എന്ന് വരാറുണ്ട്. ലീഫി സ്റ്റേജ് ആസ് ലാറ്ററൽ ബഡ്. എൻസിആർടി സെക്കൻഡറി പ്രോട്ടോണിമ എന്നാണെന്നുള്ളത് ക്വസ്റ്റ്യൻ വരുമ്പോൾ ശ്രദ്ധിക്കണം. സെക്കൻഡറി പ്രോട്ടോണിമ എന്നുള്ള രീതിയിൽ എഴുതിക്കൊണ്ട് ആസ് എ ലാറ്ററൽ ബഡ് ലീഫി സ്റ്റേജ് ഡെവലപ്പ് ചെയ്യുന്നത്.
ലീഫി സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അപ്രൈറ്റ് ആണ്, നിവർന്ന് നിൽക്കുന്നതാണ്, സ്ലെൻഡർ ആക്സിസ് ആണ്, ബിയറിംഗ് സ്പൈറലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ലീഫുകൾ ഉണ്ട്, സ്പൈറലി അറേഞ്ച്ഡ് ആയിട്ടുള്ള ലീഫുകൾ ഉണ്ട്. ലീഫി സ്റ്റേജ് ബിയർ സെക്സ് ഓർഗൻ, അതെ ആന്ത്രിഡി ആർക്കിഗോണി ഉണ്ട് അതിൽ. മണ്ണിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള റൈസോയിഡ്സ് ആണ്. ലിവർ വോട്ട്സ് ആണെങ്കിൽ അത് യൂണിസെല്ലുലാർ ആയിട്ടുള്ള റൈസോയിഡ് ആണ്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ മോസസ് ബൈ ഫ്രാഗ്മെന്റേഷൻ, ബഡ്ഡിങ് ഇൻ സെക്കൻഡറി പ്രോട്ടോണിമ. സെക്കൻഡറി പ്രോട്ടോണിമ എന്താ? റൈസോയിഡ് മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ റൈസോയിഡ് നിന്ന് ഉണ്ടാവുന്ന പ്രോട്ടോണിമാണ് ഇത് സെക്കൻഡറി പ്രോട്ടോണിമ. അപ്പൊ സെക്കൻഡറി പ്രോട്ടോണിമെന്നും എന്തുണ്ടാവാം? ഒരു ബഡ് ഫോം ചെയ്യാം എന്ന് പറയുന്നുണ്ട്. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓൾറെഡി നമ്മൾ ഡിസ്കസ്ഡ് ആണ് അല്ലേ? ചില എക്സാമ്പിൾസ് ആണ് ഫുണേരിയ, പോളിട്രൈക്കം ആൻഡ് സ്ഫാഗനം. സ്ഫാഗനത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് പീറ്റ്മോസ് എന്നാണ് അറിയപ്പെടുക. എന്താ അറിയപ്പെടുക? പീറ്റ്മോസ്. ലിവർ വോട്ട്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ലിവർ വോട്ട്സിന്റെ പ്രത്യേകത, ഒന്നാമത് ലിവർ വോട്ട്സ് നിൽക്കുന്ന സ്ഥലം മോയിസ്റ്റ് ഷേഡി ഹാബിറ്റേറ്റ് സച്ച് ആസ് ബാങ്ക് ഓഫ് സ്ട്രീം, മാർഷി ഗ്രൗണ്ടിലും നനവുള്ള സോയിലും ഒക്കെ, ആൻഡ് ബാർക്ക് ഓഫ് ട്രീ, മരത്തിന്റെ ഒക്കെ തൊലിയിലും, ഡീപ്പ് ഇൻ ദ വുഡ്സ്, ഉൾക്കാടുകളിലൊക്കെ കാണപ്പെടാം അല്ലേ? ദ പ്ലാൻ ബോഡി ഓഫ് ലിവർ വോട്ട്സ് താലോയിഡ്, നമുക്കറിയാം മാർക്കേൻഷ്യ, നേരത്തെ ഞാൻ ഈ ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു മാർക്കേൻഷ്യ, അത് ഒരു താലോയിഡ് സ്ട്രക്ചറാണ്. താലസ് പോലത്തെ ഒരു സ്ട്രക്ചറാണ് താലോയിഡ്. അതും ഡോർസൽ സൈഡും വെൻട്രൽ സൈഡും ഒക്കെ ഉണ്ട് അതിന്. ഡോർസി വെൻട്രൽ ആണ്, മണ്ണിനോട് അറ്റാച്ച് ചെയ്ത് നിൽക്കുകയാണ്. ചില ആൾക്കാർ ലീഫി മെമ്പേഴ്സ് ആയിട്ടുള്ള ചില ആൾക്കാരുണ്ട്. ആ ലീഫി മെമ്പേഴ്സിന് ചെറിയ ചെറിയ കുഞ്ഞു ലീഫ് പോലത്തെ ചെറിയ ചെറിയ സാധനങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. ഒരു സ്റ്റെമ്മ് പോലത്തെ ഒരു ആക്സിസിന്റെ രണ്ട് സൈഡിലായിട്ട്, രണ്ട് നിരകളിലായിട്ട് ചില ആളുകളുണ്ട്. അവരുടെ പേരൊന്നും എൻസിആർടി പറയുന്നില്ല. ചില ആൾക്കാർ ലീഫി മെമ്പേഴ്സുകളാണ്. ഇവരുടെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് മെയിൻ ആയിട്ട് ഫ്രാഗ്മെന്റേഷൻ ആണ്. രണ്ടാമത് ബൈ ദ ഫോർമേഷൻ ഓഫ് സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചർ കോൾഡ് ജെമ്മെ. സിംഗുലർ ആയിട്ട് പറയുകയാണെങ്കിൽ ജെമ്മ. ഇതാണ് ജെമ്മെ. ഇത് ജെമ്മ കപ്പാണ്, ഇത് ജെമ്മയാണ്. ജെമ്മെ അസെക്ഷൽ ബഡാണ്. ഈ ജെമ്മെ കപ്പ്, ഇത് മാർക്കേൻഷ്യയുടെ താലസ് ആണെങ്കിൽ താലസിന്റെ മേലെയാണ് ഇത് ജെമ്മ കപ്പ്. അതിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത്? ജെമ്മ ഉള്ളത്. ജെമ്മ ആർ ഗ്രീൻ മൾട്ടി സെല്ലുലാർ അസെക്ഷൽ ബഡ്. മൾട്ടി സെല്ലുലാർ ആണ്, അസെക്ഷൽ ബഡുകളാണ്. സ്മോൾ റിസെപ്റ്റക്കിൾ കോൾഡ് കപ്പ്. ജെമ്മ കപ്പിലാണ് അവര് എന്ത് ചെയ്തിട്ടുള്ളത്? കാണപ്പെടുന്നത്. ജെമ്മെ ബിക്കം, പിന്നെ ജെമ്മെ ഡിറ്റാച്ച് ചെയ്തിട്ട് പിന്നെ ജെർമിനേറ്റ് ടു ന്യൂ ഇൻഡിവിജ്വൽ. അപ്പൊ താലസിന്റെ മേലെ കാണുന്നതാണ് ഈ ജെമ്മ എന്ന് പറയുന്ന സാധനം. ഓക്കെ. സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുമ്പോൾ ഇപ്പോ മാർക്കേൻഷ്യ ആണെങ്കിൽ മെയിൽ സെക്സ് ഓർഗനും ഫീമെയിൽ സെക്സ് ഓർഗനും ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലാൻ ബോഡിയിലാണ് കാണുക. മെയിൽ സെക്സ് ഓർഗനും മാർക്കേൻഷ്യയുടെ കേസിൽ കേട്ടോ, മാർക്കേൻഷ്യയുടെ കേസിൽ അങ്ങനെ മെയിലും ഫീമെയിൽ സെക്സ് ഓർഗനും. ഇപ്പൊ ആന്ത്രീഡിയം കാണുന്നതാണെങ്കിൽ ആന്ത്രീഡിയോഫോർ എന്നാണ് ആ സ്ട്രക്ചറിന്റെ പേര്. ആർക്കിഗോണിയം കാണുകയാണെങ്കിൽ ആർക്കിഗോണിയോഫോർ. ടെക്സ്റ്റ് ബുക്കിൽ ആ ചിത്രം ഉണ്ടായിരിക്കും. ചിലത് സെയിം പ്ലാന്റിൽ തന്നെ കാണും സെക്സ് ഓർഗൻസ്. ഓക്കെ. ഇവരും ഫെർട്ടിലൈസേഷൻ നടന്ന് എന്താണ് പറയാ, സൈഗോട്ട് ഉണ്ടായി, സ്പോറോഫൈറ്റ് ആവും, എംബ്രിയോ ഉണ്ടാവും, ഒക്കെ അതേപോലെ തന്നെയാണ്. പക്ഷെ ഇവിടെ സ്പോറോഫൈറ്റ് ആരത്ര ഡിഫറൻഷിയേറ്റഡ് അല്ല, ഇലാബറേറ്റഡ് അല്ല. നമ്മുടെ മോസസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇവരുടെ സ്പോറോഫൈറ്റ് അത്ര അങ്ങോട്ട് ഇലാബറേറ്റഡ് അല്ല. നല്ല ഇലാബറേറ്റഡ് ആയിട്ടുള്ള സ്പോറോഫൈറ്റ് കാണുന്നത് ആർക്കാണ്? മോസസിനാണ്. പറഞ്ഞുള്ളൂ. മാർക്കേൻഷ്യ മറക്കേണ്ട. മാർക്കേൻഷ്യയിൽ മെയിൽ സെക്സ് ഓർഗൻ കിടക്കുന്ന താലസും ഫീമെയിൽ സെക്സ് ഓർഗൻ താലസും ഡിഫറെന്റ് താലസ് ആണ് മെയിലും ഫീമെയിലും കാണുന്നത്. പറഞ്ഞുള്ളൂ. ചിത്രത്തിൽ ടെക്സ്റ്റ് ബുക്കിൽ ആ ചിത്രം ഉണ്ട്. ജെമ്മ മറക്കണ്ട, സെക്ഷൽ ബഡ്. അപ്പം ബ്രയോഫൈറ്റിന്റെ കേസിൽ ഇത്ര കാര്യങ്ങളാണ് എനിക്ക് ഡിസ്കഷനിലേക്ക് വരാനുള്ളത്. നമ്മൾ ബ്രയോഫൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് ആരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രയോഫൈറ്റിൽ ലിവർ വോട്ട്സും ഉണ്ട്, മോസസും ഉണ്ട്. ലിവർ വോട്ട്സും മോസസും. ലൈഫ് സൈക്കിൾ ഞാൻ പറഞ്ഞത് ജസ്റ്റ് നോക്കുക, അത് വെച്ചിട്ട് ടെക്സ്റ്റ് ബുക്ക് നോക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ടെക്സ്റ്റും കൂടി മുന്നിൽ വെക്കണം. ഇത് മാത്രം വീഡിയോ മാത്രം നിങ്ങളുടെ മുന്നിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള പ്രയാസമായിരിക്കും. നിങ്ങൾക്ക് കോൺസെപ്റ്റ് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ലൈഫ് സൈക്കിൾ വെച്ച് ടെക്സ്റ്റ് ബുക്കൊക്കെ വായിച്ച് വളരെ ഹാപ്പി ആയിട്ട് പോവുക. സോ അടുത്ത ഒരു സെക്ഷനിൽ ഇനി നമ്മൾ കാണാൻ പോവുക തീർച്ചയായിട്ടും ടെറിഡോഫൈറ്റ്സിനെയും ജിംനോസ്പെർമിനെയും കുറിച്ചിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും ഇനി നമ്മൾ കാണാൻ പോവുക. ഓക്കെ. ഇവിടെ ഞാൻ നിർത്തുകയാണ്. ഇനി നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ
ടെരിഡോഫൈറ്റ്സും ജിംനോസ്പേമായിരിക്കും എക്സ്പ്ലനേഷൻ.